Praise the Lord. Hallelujah. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിവേളയിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തന്ന ഭാഗ്യവതികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന നമ്മുടെ കർത്താവിന്റെ നാമവിവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവകരങ്ങളെ നമ്മളെ സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന അനുഭവിപ്പാർഷ കുടുംബം, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം പ്രധാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്നത്. കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെ മാറ്റുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരിക്കലും കഷ്ടതകളും ഭാരങ്ങളും തീർന്നിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കാമെന്ന് നമ്മൾ വിചാരപ്പെടേണ്ട. ഒന്നിനു പുറകെ ഒന്നായി ജീവിത പടകിനെതിരെ ആഞ്ഞടിച്ചാലും നമ്മുടെ പടകിൽ കർത്താവുള്ളിടത്തോളം കാലം അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞവൻ അവൻ അക്കരെ എത്തിക്കും. ഇന്ന് രാത്രി കാലം സന്തോഷത്തോടെ ആ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ആരാധന ഹല്ലേലൂയ ഇന്നലെ ഞാൻ ആരാധിച്ചതുപോലെ അല്ല നാഥ, ഇന്ന് പകൽക്കാലം ഒരു പുത്തൻ അഭിഷേകം എന്റെ മൺകൂടാരത്തിൽ പകരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആര് വരുന്നു, ആര് പോകുന്നു, എത്ര പേർ കയറുന്നു, ഇതുള്ള കർത്താവേ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഞാൻ സമയം കണ്ടെത്തി. സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലായിരുന്നു, പക്ഷെ അനുകൂലമാക്കി കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം സ്വർഗത്തിലെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞാട്ട്. നിന്റെ നെൽവിളിയുടെ മുമ്പിൽ കർത്താവ് മറുപടി തരാതിരിക്കത്തില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കേട്ടെന്നുള്ള ഉറപ്പാണ് ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിലേക്ക് നമ്മളെ അടുപ്പിച്ച് വരുത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷത്തോടെ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ഈ രാത്രി കാലം ഒരുമിച്ച് പറയാം, എൻ്റെ യേശു അല്ലാതെ എനിക്കൊരാശ്രയം ഈ ഭൂവിലില്ല. ഹല്ലേലൂയ. തൻ്റെ മാർവിലല്ലാതെ വിശ്രമം എനിക്ക് വേറെയില്ല. പാരിലും പാരത്തിലും നിസ്തുലൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ യേശു ജയാളിയാണ്. ഹല്ലേലൂയ. തോറ്റ പൈശാചികന്റെ തന്ത്രങ്ങളെ ജയിച്ച ജയാളിയാകുന്ന കർത്താവിന്റെ നാമം ഇന്ന് രാത്രി കാലം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിനോട് പറഞ്ഞാട്ടെ, നാഥാ എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഇന്ന് രാത്രി കാലം ക്ഷമിക്കണം. വിശുദ്ധിയിൽ വസിക്കുന്ന കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കുവാൻ പോകുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലത്ത് ഈ ആരാധനയുടെ മധ്യത്തിൽ ചില ബന്ധനങ്ങൾ അഴിയുവാൻ, ചില വാതിലുകൾ തുറക്കുവാൻ ശത്രുവായവൻ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ആത്മീക മേഖലകളുടെ മേൽ, ഭൗതിക മേഖലകളുടെ മേൽ ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹമായി നന്മയായി വെളിപ്പെട്ടു വരുവാൻ ആ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ചു കൊടുത്താണ്. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്ന കാലത്ത് ഹല്ലേലൂയ എൻ്റെ ചാരവേ വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. ലോകസഖികളെല്ലാം നമ്മെ വിട്ട് മാറിപ്പോയാലും ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മോട് ചേർന്ന് നിന്ന കർത്താവിന്റെ സ്നേഹം. അതുകൊണ്ട് ഒരുമിച്ച് പറയാം, നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒഴികെ, കർത്താവല്ലാതെ വേറൊരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഹല്ലേലൂയ. അവനാകും നമ്മുടെ നന്മ, അവനാകും നമ്മുടെ പ്രശംസ, അവനാകും നമ്മുടെ ഉയർച്ച. ഹല്ലേലൂയ. നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം രുചിച്ചറിഞ്ഞവർ സമർപ്പണത്തോടെ ഈ വരികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മുഖത്ത് കൊടുത്താട്. ഹല്ലേലൂയ. നിന്മാർവിലല്ല
യേശു മാത്രം മതി എനിക്കേതു നേരത്ത്. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്ത്. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്ത്. എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകാ എൻ ദൈവമേ നീ അല്ലാതെ. ആമേൻ. ഹല്ലേലൂയ. യേശു മാത്രം മതി എനിക്കേതു നേരത്ത്. എൻ രക്ഷകാ എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്ത്. തേനിലും മധുരമായി തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു ഒരുമിച്ച് സർവവും നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കാൻ തന്നതിനാൽ. നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കാൻ തന്നതിനാൽ. നീ എന്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമായി തേനിലും മധുരമായി യേശു ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമായി. നിൻ സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ.
വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോട് കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടി ഈ വൈകിവേളിൽ മഹത്വം കൊടുത്താട്ട്. ഉപവാസപ്രാർത്ഥന 6ാമത്തെ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. കഴിഞ്ഞ 5 രാത്രികളിൽ നമ്മൾ കേട്ട ദൈവവചനം, ഹല്ലേലൂയ, നമ്മൾ കർത്താവിനെ പാടി ആരാധിച്ച പാട്ടിന്റെ അർത്ഥങ്ങൾ ഇന്ന് രാത്രികാലം അതെല്ലാം നമ്മുടെ ജീവന്റെ തുടിപ്പുകളായി ഇന്ന് രാത്രികാലം മാറുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ വഴി നടത്തിയ ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഹല്ലേലൂയ നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഈ ലോക ജീവിതയാത്ര യാതൊന്നുമില്ല. ദൈവം നമുക്ക് വലിയ പ്രോത്സാഹന സമ്മാനം പോലെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുക. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും വിശ്വസ്തയോടെ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഒരുമിച്ച് പാടി നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം അതെനിക്ക് അവർണ്ണനീയമാ കർത്താവേ. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയ കർത്താവ്, ഹല്ലേലൂയ, എനിക്കൊരു പുതുജീവൻ നൽകുവാൻ വേണ്ടി, എന്നെ ഒന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് എന്നെ സ്നേഹിച്ച് സ്വർലോകത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ. രാത്രികാല കർത്താവിനോട് പറഞ്ഞാട്ട്, അപ്പാ അങ്ങയുടെ കൃപ എന്റെ മേലൊന്ന് ചൊരിയണമെന്നാ. ദൈവകൃപ എന്ന് പറയുന്നത് ബലഹീനതയിൽ തുണ നിൽക്കുന്നതാ. ഹല്ലേലൂയ. നീ ബലഹീനനാകുമ്പോൾ, നീ ക്ഷീണിച്ചു പോകുമ്പോൾ, നീ തകർന്നത് നിന്റെ മനസ്സ് നിന്നോട് പറയുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുന്നു. നീ തകരുവാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ ഓർത്ത്, വേദനകളെ ഓർത്ത് ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഒറ്റപ്പെടലുകളിൽ സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചില വ്യക്തികളോട് ദൈവാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വരുന്ന വേദനകൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട്, ഹല്ലേലൂയ, അത് നന്മയ്ക്കായി 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 ദൈവം അത് കൂടി വ്യാപരിപ്പിക്കുമെന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുന്നു. ദർശനത്തിന് അവൻ ഒരു അവധി വെച്ചിട്ടുണ്ട്, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. താമസിച്ചാലും അത് സംഭവിക്കും. ഹല്ലേലൂയ. ഇന്നലെ വരെ കഴിഞ്ഞു പോയതിനെ നീ ഓർക്കണ്ട. ഇന്ന് രാത്രികാലം പുതിയതൊന്ന് ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആഗ്രഹിക്കും. എത്ര പേർക്ക് വാഞ്ചയുണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം കർത്താവേ ഒരു പുത്തൻ അഭിഷേകം എന്റെ മേൽ സ്വർഗം പകരണം. അത് പ്രാർത്ഥനയുടെ അഭിഷേകമായി, ആരാധനയുടെ അഭിഷേകമായി, വിശ്വാസത്തിന്റെ അഭിഷേകമായി ഇന്ന് രാത്രികാലം അത് വ്യാപരിക്കപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ചിലതൊക്കെ സഹിച്ചെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, ജീവിതത്തിൽ ചിലതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും നിന്നെ അനുഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ റൂമിൽ ആരും നിന്നെ കാണാതിരിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് രാത്രികാലം നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം മാറ്റി നിർത്തിയാലും, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്രകാരം ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുവാനിടയായി, സാക്രിഫൈസ് ടു ഗെറ്റ് സംതിങ്, ഹല്ലേലൂയ, ബിഗ്, ഹല്ലേലൂയ. ഒരു വളരെ, ഹല്ലേലൂയ, ധനികനായിരിക്കുന്ന, ഹല്ലേലൂയ, 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 വ്യാപാരം നടത്തുന്ന ഒരാൾ ഇപ്രകാരം തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ താൻ വലിയവനാകുന്നതിന് മുമ്പേ അനേക സാക്രിഫൈസുകൾ തന്റെ ജീവിതത്തിൽ താൻ സഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ട സമയങ്ങളിൽ അതെല്ലാം മാറ്റിവെച്ച് തന്റെ, ഹല്ലേലൂയ, വ്യാപാര സ്ഥാപനങ്ങൾ, ഹല്ലേലൂയ, സൂക്ഷിക്കുവാനും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി താൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിച്ചെടുക്കണമെങ്കിൽ ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യണം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ കളഞ്ഞേ പറ്റത്തുള്ളൂ പ്രിയരെ. അതുകൊണ്ട് ഈ ലോകം നമുക്ക് അനുകൂലമല്ലാത്ത ഈ ലോകത്ത്, ഈ ലോകം നിന്നെ ദുഷിക്കും, ഈ ലോകം നിന്നെ നിന്ദിക്കും. ഈ ലോകത്ത് വസിക്കുമ്പോൾ നിനക്ക് രോഗം വരും, ദുഃഖം വരും, കടബാധ്യതകൾ വരും. പക്ഷേ ഇന്ന് രാത്രികാല പാപമൊഴിക സകലത്തിലും പരീക്ഷിക്കപ്പെട്ട യേശു പറയുന്നു, ഹല്ലേലൂയ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ രോഗത്തിൽ
ദൈവത്തിനോട് കൂടെയുണ്ടെന്നല്ല യേശു പറഞ്ഞത്. നിന്റെ കടബാധ്യതയിൽ ഞാൻ കൂടെയുണ്ടെന്നല്ല പറഞ്ഞത്. എല്ലാ നാളും എല്ലാറ്റിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നമ്മുടെ പ്രത്യാശ പ്രിയരെ, വാനവേഗത്തിൽ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ എന്റെ കർത്താവിനോടുകൂടെ ഞാൻ ചേർക്കപ്പെടുമെന്നുള്ളതാ. ഹല്ലേലൂയ. ഏത് നിമിഷവും ഇമ്പസ്വരം കേൾക്കും. ഇന്ന് രാത്രികാല കർത്താവിനോട് പറ, ഹല്ലേലൂയ. കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ പറന്നുയരുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ, ദൈവിക അഭിഷേകം എന്നെ മൺകൂടാരങ്ങളിൽ സ്വർഗം പകരണമെന്ന് കർത്താവിനോട് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുന്നു. സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം കരങ്ങളെ തട്ടി ആത്മാവിൽ പാടി നമ്മുടെ പ്രാണനാഥന് വൈവേളയിൽ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. അവൻ ആശയെ, അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയും പ്രഭാതമേ. അവൻ ആശയെ, അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയും പ്രഭാതമേ. ആനന്ദദായകനാമൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിയിടുമേ. ആനന്ദദായകനാമൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിയിടുമേ. എന്റെ അല്ലലാകിയാകും എനിക്കാനന്ദമേ യുഗയുഗം. എന്റെ അല്ലലാകിയാകും എനിക്കാനന്ദമേ യുഗയുഗം. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. പക്കത്തെ നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവകർ ദൈവദൂതരല്ലോ. പക്കത്തെ നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവകർ ദൈവദൂതരല്ലോ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടും ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടും ഞാൻ സ്തുതിച്ചിടും. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോം, അതു കിനാവും പോ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോം, അതു കിനാവും പോ. ഘനമാനവിൻ ഫലമെൻ പ്രിയനന്നു നൽകിടും. നിത്യതേജസ്സിൻ ഘനമാനവിൻ ഫലമെൻ പ്രിയനന്നു നൽകിടും. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലം പ്രത്യാശയോടെ. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. അവൻ ആശയെ, അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയും പ്രഭാതമേ. അവൻ ആശയെ, അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയും പ്രഭാതമേ. ആയുപ്രഭാഗ്യമൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രബോധമേ. ആയുപ്രഭാഗ്യമൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രബോധമേ. അവനെന്റെ ഉപനിധി കാത്തിടും മനമേഘത്തിൽ എന്നെ ചേർത്തിടും. അവനെന്റെ ഉപനിധി കാത്തിടും മനമേഘത്തിൽ എന്നെ ചേർത്തിടും. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേഘം ആസന്നമേ. അവൻ ആശയെ, പ്രഭാതമേ. അവൻ ആശയെ, അവൻ ആനന്ദമേ,
കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം മാറിയിടുമേ. ആനന്ദദായകനാം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിയിടുമേ. എന്റെ അല്ലലാകെയാകുന്നിടും എനിക്കാനന്ദമേ യുഗയുഗം. എന്റെ അല്ലലാകെയാകുന്നിടും എനിക്കാനന്ദമേ യുഗയുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലം പ്രത്യാശയോടെ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ. ആനന്ദമേ അവൻ പ്രത്യാശയും പ്രഭാതമേ. ഈ മണ്ണിൽ എന്റെ ക്ലേശമൽപകാലം മാത്രം മാഞ്ഞു പോം അതുകിനാവും പോ. ഈ മണ്ണിൽ എന്റെ ക്ലേശമൽപകാലം മാത്രം മാഞ്ഞു പോം അതുകിനാവും പോ. എന്റെ തേജസ്സിൽ ധനമാണവിൻ ഫലമെത്തിയെന്നു നൽകിടോ. നിത്യ തേജസ്സിൽ ഫലമാണവിൻ ഫലമെത്തിയെന്നു നൽകിടോ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അവൻ പ്രത്യാശയും പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അവൻ പ്രത്യാശയും പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അവൻ പ്രത്യാശയും പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ആരാധനം ബലബലബലതി ബാബാ. ആരാധനം ബലബലബലതി ഗാമാനവരം ശബരാധനം ബലബലേ. ആരാധനം ബലബലബലതി ബാബാ. ആരാധനം ബലബലബലതി ഗാമാനവരം ശബരാധനം ബലബലവേ. ആരാധനതി ഗാമാനവരം ശബരാധനം ബലബലബലതി ബാബാ. ആരാധനം ബലബലബലതി ഗാമാനേ. ആരാധനം ബലബലബലതി ഗാമാനവരം ശബരാധനം ബലബലവേ. നമ്മൾ ഒരുമിച്ച് ആരാധിച്ചതുപോലെ തേജസ്സിന്റെ യേശുവിന്റെ മുഖം ഞാൻ കാണും. അതെന്റെ ആശയാണ് അതെന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ വരുന്ന കഷ്ടങ്ങൾക്കോ ഭാരങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിനെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. യുവാസപ്രാപ്തിയുടെ ആരാധന രാത്രിയിൽ ചിലരുടെ ഭയഭീതികൾ മാറിപ്പോവുകയാണ്. ചിലരുടെ മേൽ പുതുജീവൻ പകരപ്പെടുകയാണ്. ആത്മാവിന്റെ പകർച്ച ചിലതിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ രാത്രികാലം പകരപ്പെടുകയും അന്ധകാര മണ്ഡലത്തിൽ ഇരുളിന്റെ ശക്തികൾ വൈശാചിക മേഖല നസറനായ യേശുവിന്റെ നാമത്തിൽ രാത്രികാലം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പുതുവഴികൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചില പുതുവഴികളെ മുൻപിൽ കണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഈ മണ്ണിൽ എന്റെ ദേശം അല്പകാലം മാത്രമേ ഉള്ളൂ. മാഞ്ഞു പോകും. അത് നിഴല് പോലെ മാഞ്ഞു പോകും. നിത്യ തേജസ്സിന്റെ കനവെന്റെ മേൽ വീഴുകയാ. രാത്രികാലം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വളരെ അർത്ഥമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് നമ്മൾ ചേർന്ന് പാടുവാനിടയായി. തേജസ്സിൽ യേശുവിന്റെ മുഖം ഞാൻ കാണും. അത് കാലമേറ്റം ആസന്നമല്ല. അതെന്റെ പ്രത്യാശയാണ് അതെന്റെ ആശയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ കർത്താവിന്റെ വരവില് ആലൊഴി ഞാൻ എടുക്കപ്പെടും. എന്റെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നെന്ന് പ്രത്യാശയുള്ളവർ കർത്താവിന് മുഖത്തും കൊടുത്താട്ടെ. അതോ ഈ ലോകത്തിൽ ദൈവം തന്ന താൽക്കാലിക സമ്മാനങ്ങളിൽ സന്തോഷിച്ച് ഈ ലോകത്ത് ജീവിക്കുവാനാണോ നമ്മുടെ ആഗ്രഹം? അതോ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ
വരവാണെങ്കിൽ ഹല്ലേലൂയ കർത്താവേ, ഞാൻ അങ്ങയോടുകൂടെ ചേരുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആനന്ദദായകനാകുന്ന എൻ്റെ പ്രിയനെ കാണുമ്പോൾ എൻ്റെ കണ്ണുനീരെല്ലാം മാറിപ്പോകും, എൻ്റെ അല്ലലുകളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. എനിക്കെന്നും ആനന്ദമാണ് അവിടെ. കർത്താവിന്റെ സന്നിധി എപ്പോഴും ആനന്ദമാ. അവിടെ ദുഃഖമില്ല, ഭാരമില്ല, പ്രയാസമില്ല, ഒറ്റപ്പെടലുകളില്ല. ഇന്ന് രാത്രികാലം ആ പ്രത്യാശ നമ്മുടെ മേൽ വർദ്ധിച്ചു വരുമാറാകട്ടെ. സമർപ്പണത്തോടെ നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. കർത്താവിനോട് പറഞ്ഞാട്ടെ, എൻ്റെ ഉള്ളം നിന്നിലായി കർത്താവേ, ആഴമായ വിശ്വാസത്താൽ ഈ ദിവസങ്ങൾ എന്നെ നിറയ്ക്കണമേ കർത്താവ്. വിശ്വാസ പ്രാർത്ഥന, ദൈവം തന്ന വാഗ്ദത്തങ്ങളുടെ വിശ്വാസത്തിന്റെ ദിനങ്ങളാക്കി, മണിക്കൂറുകളാക്കി സ്വർഗം മാറ്റണമേ കർത്താവേ. എൻ്റെ ആനന്ദദായകരോട് ചേരുവോളം പ്രത്യാശയോട് നിൽക്കുവാനുള്ള ദൈവകൃപ, ദൈവിക അഭിഷേകം എന്റെ മൺകൂടാരത്തിൽ സ്വർഗം പകരണമേ എന്ന് പറഞ്ഞാട്ട് സമർപ്പിച്ചു കൊടുത്താട്ട് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ഒരുമിച്ച് ഹല്ലേലൂയ സമർപ്പണത്തോടെ ആ ക്രൂശിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല, ഇല്ല. ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല, ഇല്ല. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തന്നിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തന്നിതം പോ. എന്നുള്ളം നിന്നിലാ ആഴമാ വിശ്വാസത്താൽ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല, ഇല്ല. ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല, ഇല്ല. പ്രത്യാശയോടെ വിശ്വാസത്തോടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസ്തുതി പ്രാർത്ഥിക്കാം. കാൽപുറോട് സ്നേഹിച്ച് ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വൈകിവേളയ്ക്കായ സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക കർത്താവ്. ഇന്ന് രാത്രികാലം ആ മാറാത്ത ദൈവസ്ഥാനത്ത് ഞങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. തേജസ്സിലിന്റെ യേശുവിന്റെ പൊന്മുഖം ഞാൻ കാണുമെന്നുള്ള പ്രത്യാശ ഇന്ന് രാത്രികാലം ഞങ്ങൾ വർദ്ധിച്ചു വരട്ടെ കർത്താവേ. ഇന്ന് രാത്രികാലം 2 കാര്യങ്ങൾ മനുഷ്യനറിയ നിർത്തി ഞങ്ങളുടെ മരണവും ഇന്ന് കർത്താവിന്റെ വരവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്നു. രാത്രികാലം കർത്താവേ, നിത്യതയോട് അടുപ്പിക്കുന്ന മണിക്കൂറുകളാക്കി സ്വർഗം മാറ്റണമേ കർത്താവേ. അതുകൊണ്ട് എന്നെ ഉള്ളം നിന്നിലായി ആഴമായ വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് ഉവ്വോ ഉവ്വോ എന്ന് മാത്രമാകയാൽ ഇന്ന് രാത്രികാലം ശത്രുവായവൻ ഞങ്ങൾക്കെതിരെ പ്ലാനുകളും പദ്ധതികളും ഒരുക്കുമ്പോൾ അവന്റെ പദ്ധതികളെ വിജയിപ്പിക്കാതെ ഇന്ന് രാത്രികാലം ജയാളിയായ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുക കർത്താവ്. ആഗ്രഹത്തോടെ വാഞ്ചയോടെ ചോദിച്ച സകലരെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ശക്തമായി ഇടപെടണം. നിത്യതയോട് ഞങ്ങൾ അടുപ്പിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആദ്യയുടെ അവസാനത്തിൽ സ്ഥാനത്തിന് മറച്ചാട്ട് പ്രാർത്ഥനയാചനം സ്വർഗം കേൾക്കുന്നതിനായി സ്തോത്രം. വേഗം വരാമെന്ന് അരുളി ചെയ്ത നസറനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചേർന്ന് പറഞ്ഞാട്ട് ആമേൻ, ആമേൻ. മാറാനാഥ, നമ്മുടെ പ്രാണനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന പ്രത്യാശയോട്
കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ മേഘ പ്രത്യക്ഷത്തിൽ കാണാം. മാറാനാഥ. താങ്ക് യു കർത്താവിന്റെ ദാസനെ. പരിശുദ്ധാത്മാവ് ഒത്തിരി മാനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ശക്തമായി ഞങ്ങളുടെ നടുവിൽ ആത്മനിയോഗത്തോടെ പ്രത്യാശ നൽകുന്ന ഗാനങ്ങളെ പാടി ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അകത്തളത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയെ ഒന്നും കൂടെ ഉണർത്തിച്ച് നമ്മുടെ ആത്മമണവാളനാകുന്ന യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവഭയത്തോടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമാകുന്ന കൂടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവിടയാകട്ടെ. ഭൗതികമാകുന്ന വിടുതലിനേക്കാൾ ഉപരിയായി ആത്മീയമാകുന്ന ഒരു മാറ്റം നമ്മുടെ അകത്ത് ഇന്ന് രാത്രികാലം ഉണ്ടായാൽ ശത്രുവായവൻ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിനെതിരെ കടന്നു വന്ന് പ്രതിസന്ധി ഉണ്ടാക്കിയ സകല കോട്ടകളെ ഇടിച്ചു കളയത്തക്ക നിലവാരത്തിൽ ഒരാത്മാവിന്റെ ബലം ഇന്ന് രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് രാത്രികാലം മഹത്വം കൊടുത്താട്ടെ. കർത്താവിന്റെ ദാസനോടും ദാസിയോടും രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയോടും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് മാനിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം തുടർന്ന് നാം ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് നിങ്ങൾ ആഴമായി ആത്മാർത്ഥമായി ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രികാലം നമ്മുടെ കൂടാരത്തിൻ്റെ അകത്ത് ഒരു അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. സകല പ്രശ്നത്തിനും സകല പ്രതികൂലത്തിനും പരിഹാരമാണ് നമ്മുടെ മേൽ ഇന്ന് രാത്രികാലം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ അസാധാരണമാകുന്ന സാന്നിധ്യം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് കാണുന്ന എങ്ങനെയാണ്, ഒരിക്കൽ മോശെ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ നീ എന്നെ പുറപ്പെടുവിക്കരുതേ. ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും മോശെ, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. എന്താ മോശെ, നീ എന്തിനാ സാന്നിധ്യത്തെ അധികമായി കൊതിക്കുന്നത്? നീണ്ട 40-ലധികം വർഷങ്ങൾ അവൻ കൂടെ നിൽക്കുന്ന ജനങ്ങൾ നിന്നോട് കൂടെ നിൽക്കുമ്പോൾ, 40 ലക്ഷത്തിലധികം ജനങ്ങൾ നിന്നോട് കൂടെ നിൽക്കുമ്പോൾ, വലിയൊരു സഭയുടെ ശുശ്രൂഷകനായി ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ഒത്തിരി വേദനകൾ സഹിച്ച നീ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ഒരു ജനതയുടെ ലീഡർഷിപ്പിൻ്റെ അകത്ത് നിലനിൽക്കുമ്പോൾ നീ എന്തിനാണ് പിന്നെയും ദൈവ സാന്നിധ്യത്തെ അധികമായി കൊതിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ദൈവമനുഷ്യൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീരും. ആമേൻ, അവന്റെ സാന്നിധ്യമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, മിസ്രൈമിന്റെ ആധിപത്യത്തിന്റെ അകത്തുനിന്ന് എല്ലാം തകർന്ന് ആമേൻ സ്വതന്ത്രം ഒരു ദിവസം ആമേൻ ഒന്നും കയ്യിലെടുക്കാതെ ഇട്ട വസ്ത്രവുമായി ഓടി ആമേൻ സ്വതന്ത്രം ഇത്രോവിന്റെ വീട്ടിൽ വന്ന് പാർത്ത് അമ്മായപ്പനോ ആമേൻ സ്വതന്ത്രം ആമേൻ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അറിയത്തില്ലാത്ത വേദനകൾ 40 വർഷം സഹിച്ച് നിരാശയോടെ ഈ മരുഭൂമിക്കകത്തെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് ആമേൻ താൻ നടക്കുമ്പോൾ ആ വടിയെല്ലാം ആമേൻ കുത്തിപ്പിടിച്ച് നടക്കുന്ന സമയത്ത് മോശയെ ദൈവസാന്നിധ്യത്തിലേക്ക് അടുപ്പിച്ച് ഹോരേബിൽ കൊണ്ടുവന്ന് അവിടുന്ന് ദൈവസാന്നിധ്യം പകർന്ന ഒരു ജനതയെ പുറത്തെടുക്കുവാൻ അവന്റെ അകത്ത് നിയോഗം കൊടുത്തതും മിസ്രൈമ്യർക്ക് ദൈവമാക്കി അവനെ തീർത്തതും ചെങ്കടലിനെ 2ആയി വിഭജിച്ചതും ആമേൻ മരുഭൂമിക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതും എല്ലാ പ്രതിസന്ധികൾക്ക് നടുവിൽ ജനങ്ങൾ വിരോധമായി പിറുപിറുക്കുമ്പോഴും മോശ എന്ന മനുഷ്യൻ ധൈര്യത്തോടെ നിന്നത് ആമേൻ ആ മോശയ്ക്ക് പറയുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടം വരെ എത്തിച്ചത് ആമേൻ എൻ്റെ സ്വന്തം കഴിവല്ല, പ്രയത്നമല്ല, എന്നെ നടത്തിയ എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെ നടത്തിയ ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് ഈ 6ാമത്തെ രാത്രി ആ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. 6ാമത്തെ രാത്രി ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം ഒരു അസാധാരണമാകുന്ന അഭിഷേകത്തിന്റെ ശക്തി 6ാമത്തെ രാത്രി നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രികാലമായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജോജി പാസ്റ്ററെ ഓർത്ത്, ആൻറ്റിയെ ഓർത്ത് കുടുംബമായി കർത്താവരെ മാനിക്കട്ടെ. ഈ ഡിവൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അഭിഷക്ത ദാസന്മാരെ ദൈവജനത്തെ പരിശുദ്ധാത്മാവ് മാനിക്കട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ ആമേൻ കടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനെ ശക്തമായി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഉപയോഗിക്കട്ടെ. നാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബേബി പി എബ്രഹാം ദൈവദാസൻ ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസൻ തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ കർത്താവേ ദിനരാത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ദിവസത്തെ ഓർത്തും ദിനത്തെ ഓർത്തും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഞങ്ങൾ നടത്തി. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്നു. ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ച് 6ാമത്തെ രാത്രി കർത്താവേ അങ്ങയെ സ്തുതിപ്പാൻ ഇന്ത്യ കർത്താവെ ലോകത്തിന്റെ പല ഭാഗത്ത്
ഇരുന്നു കൊണ്ട് ഈ സൂമിൽ കൂടെ ഞങ്ങൾക്ക് നടത്തി തന്ന ഈ അനുഗ്രഹീയമായ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാ ദൈവജനത്തെ ഓർക്കുന്ന കർത്താവെ, എല്ലാവരും പേരായി അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി കാലം കർത്താവെ കടന്നു വന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി, ഒരു സൗഖ്യമായി, ഒരു സന്തോഷമായി മാറുവാൻ കർത്താവെ പറയുവാൻ കഴിയാത്തൊരു ആനന്ദത്തോടെ കടന്നു പോകുവാൻ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മാവിന്റെ വലിയൊരു ചലനം ഇന്ന് രാത്രി ഓരോരുത്തരുടെ ഹൃദയ മണ്ഡലങ്ങളിൽ വ്യാപരിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾ പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത ഒരു ആത്മീയ സാന്നിധ്യത്തോടെ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കെട്ടുകൾ അടിഞ്ഞു മാറുവാൻ, ഞങ്ങളുടെ കർത്താവെ ആത്മ ദർശനത്തോടെ കണ്ണുകൾ നിറയപ്പെടുവാൻ, വലിയ വിശ്വാസത്തോടെ ഹൃദയം കർത്താവെ നിറഞ്ഞു കവിയുവാൻ ഇന്ന് രാത്രി ഇടയാക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാല വചന പ്രഘോഷണം നടത്തുന്ന അഭിഷക്ത കർത്തൃത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രികാലം അഭിഷേകത്തോടുകൂടെ വലിയ നിശ്ചയത്തോടും ആത്മനിറവോടുകൂടെ ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തന്റെ വിത്തിൽ കൂടെ കേൾക്കുന്ന വചനം ഓരോ ജീവിതങ്ങളിലും കർത്താവെ ഇന്ന് വലിയൊരു പരിവർത്തനം നടത്തുവാൻ, മാറ്റം വരുത്തുവാൻ, സൗഖ്യം വരുത്തുവാൻ, വിടുതൽ നടക്കുവാൻ, അവരുടെ ജീവിതം മാറ്റിമറിയത്തക്കവണ്ണം ഈ കാലഘട്ടങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി എഴുന്നേൽക്കുന്നവരായി തീരത്തക്കവണ്ണം ഇന്ന് രാത്രിത്തെ വചന ശുശ്രൂഷ അങ്ങ് അത്ഭുതകരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കർത്താവെ ലീഡ് ചെയ്യുന്ന കർത്തൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനും കുടുംബം കർത്താവെ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ, അഭയാചനയോടുകൂടെ ദൈവസ്ഥനിലായിരിക്കുന്നല്ലോ കർത്താവെ. അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവെ അവർ അപേക്ഷിക്കുന്ന എല്ലാ അപേക്ഷയ്ക്കും കർത്താവ് മറുപടി നൽകി കർത്താവ് ദിവസങ്ങളിൽ മാനിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തന്റെ ദാസനെയും ദാസിയെയും പിന്നെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം കർത്താവെ. ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെയായി തീരട്ടെ കർത്താവെ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മടി യാചിക്കുന്നു. സ്വർഗീയ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ആമേൻ. പ്രാർത്ഥനയായിട്ട് ദൈവത്തിന് കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് സഹായിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ ഇത്തരണത്തെ രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിയോഗിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ആൾക്കാരുടെ ഒരു ചുരുക്കം നമ്മുടെ നടുവിലുണ്ടെങ്കിലും ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ചില അനുഭവത്തിൽ കൂടിയാണ് ഈ ദിവസങ്ങളിലെല്ലാം കടന്നു പോകുന്നത്. നിങ്ങൾ വളരെ ശക്തമായി ഞങ്ങളെ ഓർത്ത്, ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ജാതീയമാകുന്ന വെല്ലുവിളികൾ, മറ്റ് മേഖലകൾക്ക് നടുവിൽ നിന്നൊക്കെയും കടന്നു വരുന്ന പ്രയാസങ്ങളുണ്ട്. ആമേൻ സഹോദരൻ. ഇന്ന് ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ സൂമിൻ്റെ എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു. അതെല്ലാം സൈബർ സെല്ലിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു റിപ്പോർട്ട് അത് കൊടുത്തു. ഒത്തിരി ആമേൻ സഹോദരൻ സമയങ്ങൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നിയോഗത്തോടെ 21 ദിനക്കാലം ഉപവാസം ഇരിക്കുമ്പോൾ മണിക്കൂറുകൾ ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ട ചില അനുഭവ തലങ്ങൾ വന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന സമയം കർത്താവ് വലിയ അനുഗ്രഹമാക്കി തീർക്കും. ഇന്ന് രാത്രികാലം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കണം. ഇന്നലെ രാത്രി നാം കേട്ടത് എന്താണ്? ഇന്നലെ രാത്രി നാം കേട്ടത് സക്കായിയെക്കുറിച്ചാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ ദാസൻ സക്കായിയെക്കുറിച്ച് വളരെ ആധികാരികമായി ശുശ്രൂഷിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. സക്കായി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് യേശുവിനെ കാണണം, യേശു എന്നെ കാണരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ ഇങ്ങനെ പറയാം. ഈ ഡിവൈസിന്റെ അകത്തും ആമേൻ നമ്മൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ കാണണം, അനിപ്പാസ്റ്റർ കാണണം, ജോജി പാസ്റ്റർ കാണണം, എല്ലാവരെയും കാണണം. ആമേൻ അവരാരും എന്നെ കാണരുതെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇന്ന് രാത്രികാലം മറഞ്ഞിരിക്കരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് ഇന്ന് രാത്രി നമുക്ക് ആവശ്യമാകുന്ന ദൈവത്തിൻ്റെ വലിയ വചനത്തെ
ദൂതുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിത്തരും. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾക്കും വ്യക്തിപരമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും വളരെ അനുഗ്രഹമാണ്. ഈ മിനിസ്ട്രിയിൽ ഒട്ടനവധി പ്രാവശ്യം കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നു, ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം തന്നു, വ്യക്തിപരമാകുന്ന ദൈവശബ്ദം തന്നു. അതെല്ലാം ആമേശ്വരം ദൈവം ആമേൻ അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ആമേൻ ദൈവത്താൽ അയക്കപ്പെട്ട് കടന്നു വന്ന ആമേൻ കർത്താവിൻ്റെ ദാസനെ കരങ്ങളെ തട്ടിക്കൊണ്ട് തുടർന്നുള്ള ആത്മീയ ശുശ്രൂഷകൾക്കായി നമുക്ക് ആമേൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷാലും. കർത്താവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അനുഗ്രഹീതമായ കൂട്ടത്തിന് നടുവിൽ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ഈ എളിയവന്റെയും ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന അസുലഭ നിമിഷത്തിന് കർത്താവിന് സകല മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കാം. ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിനായി നമ്മൾക്ക് ദാഹത്തോടെ ദൈവത്തിന്റെ പദാന്തികയെ കടന്നു ചെല്ലാം. അവൻ നമ്മളോട് ഇടപെടുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങളെ, പ്രതികൂലങ്ങളെ എല്ലാം അറിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അവൻ ശക്തമായി നമ്മളോട് ഇടപെട്ട് സംസാരിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മനുഷ്യന്റെ ആലോചനകൾ വ്യർത്ഥമാണ്, ദൈവത്തിന്റെ ആലോചന നിറവേറുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാം. അനുഗ്രഹീതമായ കൂട്ടത്തിന് നടുവിൽ ഒരുമിച്ച് നമ്മൾക്ക് ദൈവാത്മാവിന്റെ നിറവിൽ ഐക്യതയോടെ ഏകബോധത്തോടെ ഏക മനസ്സോടെ ഒരുമിച്ചിരുന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും. അനുഗ്രഹീതമായ കൂട്ടത്തിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷിക്തൻ അനി ബേബി പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് നിന്ന് ഒരുമിച്ച് ഐക്യതയിൽ നിൽക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടി ഈ ദിനങ്ങളിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ ജോജി തോമസിനെ, കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തിയോടെ ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ. പലപ്പോഴും മറ്റു മീറ്റിങ്ങുകളിലൊക്കെ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അനുഗ്രഹീതനായ ദേവദാസൻ ബേബി പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജി ബിഹാർ മേ സബ് കുച്ച് ठीक है, പ്രഭു ജി ആപ്കി ആശിഷ് കരെ. പ്രൈസ് ഗോഡ്. കർത്താവ് ശക്തിയോടെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ചേർന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ വയലിൽ വിവിധ നിലകളിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസിദാസന്മാർ ഏവരെയും ദൈവം ആയിരിക്കുന്ന സ്ഥാനത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മേഖലകളിൽ ശക്തിയോടെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട സാറാമാൻഡിയെ കാണാൻ കഴിയുന്നു. കർത്താവിന്റെ ദാസിയെ രോഗത്തിലും പ്രയാസത്തിലും ഒക്കെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് വീണ്ടും ശക്തിയോടെ നിർത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഒരുമിച്ച് തന്ന നല്ല സമയത്തിനായി സ്തോത്രം പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർക്കാം. 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. 1 Samuel chapter 15 verse 22. നമുക്ക് അറിയുന്ന വചനഭാഗമാണ്, എങ്കിലും ശബ്ദമുയർത്തി ഒരാൾ വായിച്ച് സഹായിക്കാമോ? 1 ശമൂവേൽ 15:22. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് മുൻപിൽ അപ്പച്ച ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ് അപ്പച്ച അങ്ങയുടെ പാദപീഠത്തേക്ക് അടുത്തു വരുന്നു. അങ്ങയുടെ വചനം ശക്തിയുള്ളതാണ്. അങ്ങയുടെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്, പണിതെടുക്കുന്നതാണ്, വീണ്ടും ശക്തിയോടെ കരുത്ത് പകർന്ന് ഞങ്ങളെ വീണ്ടും നയിക്കുന്നതാണ്. അങ്ങയുടെ പാദപീഠത്തെങ്കിൽ നല്ല അംശം തിരഞ്ഞെടുത്ത മറിയെ പോലെ ഞങ്ങളിത് അടുത്തു വരികയാണ്. കർത്താവെ, ആവലാദികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മാർത്തയെ പോലെ കലങ്ങുവാനുള്ള വിഷയങ്ങൾ ചുറ്റിനുമുണ്ട്. എങ്കിലും സകലതും മറന്ന് അപ്പച്ചന്റെ പാദപീഠ ഇരിക്കുന്ന ഈ കൂട്ടത്തിന് നടുവിൽ ദൈവത്തിന്റെ ശബ്ദം ഇടപെടണമേ. ആധികാരികതമായുള്ള ദൈവത്തിന്റെ വചനം ശക്തിയോടെ ഇറങ്ങിച്ചെന്ന് ഈ ദൈവദാസനും കൂട്ടത്തിനും വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്കും അങ്ങയുടെ ജനത്തിനും നടുവിൽ ഒരു ഉച്ചഭാഷിണി മാത്രമായ എളിയവനെ സമർപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയുന്നു. അങ്ങ് മഹത്വം എടുക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം ഇറങ്ങുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. അന്യഭാഷ പ്രാപിച്ച ദൈവജനം ഓരോരുത്തരും വചനങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ മിനിസ്ട്രിക്കെതിരെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. അപ്പച്ച, ഈ സിസ്റ്റത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസന് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധ
പരിശുദ്ധാത്മാവ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്താട്ടെ. ഓ റീഖൽ മാഷിയാതന റഗല ഹസിയാല കറ്റന റഗല ഹസിയാതന റഗല ഹസിയാല കര. യേശുവിന്റെ നാമം അധികാരമുള്ള നാമമായതുകൊണ്ട്, യേശുവിന്റെ നാമം ശൗലിനെ പൗലോസാക്കിയ നാമമായതുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. അങ്ങ് തരുന്ന നിയോഗത്തിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുകയാ. എല്ലാ ഇരുട്ടിന്റെ ശക്തികളും നിർവീര്യമാകും. ശാസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. വായിച്ച വചനഭാഗം ഒന്നുകൂടെ വായിച്ച്. 1 ശമൂവേൽ 15:22 വായിക്കാമോ? ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതിന്റെ കോണ്ടക്സ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയൊക്കെ ശുശ്രൂഷിക്കേണ്ട ആവശ്യം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. എപ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലും ഇരിക്കുന്ന ഒരു കൂട്ടത്തിന് നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ശൗലിനോട് പറയാണ്, നീ പോയി അമാലേക്കരെ സംഹരിക്കണം. അമാലേക്കരെ തോപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കണം. 3-ാമത്തെ വാക്യം നോക്കി. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കണം. ഇനി ഇങ്ങോട്ട് നോക്കൂ. പക്ഷെ മുമ്പോട്ട് പോയപ്പോണ്ട് ശൗൽ അനുസരിച്ചു ചെന്ന് കഴിഞ്ഞ് യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോ ഒക്കെയും നിർമൂലമാക്കണം എന്ന് പറഞ്ഞെടുത്ത് കുറെ നല്ല ആടിനെയും മാടിനെയും തടിച്ച മേധസ്സുള്ളതിനൊക്കെ കണ്ടപ്പോ അതിനെ എടുത്തു. സ്തോത്രം, 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 സ്തോത്രം. ഇത് പറഞ്ഞില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. ശമൂവേൽ തന്റെ പ്രവാചകനെ ശമൂവേലിനെ അയച്ച് ദൈവം ഇടപെടുകയാണ്. ഞാൻ ശൗലിനെ രാജകീയ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയാൻ പോകുകയാണ്. അവൻ എനിക്ക് യാഗം അർപ്പിക്കുന്നുണ്ട്, പക്ഷേ എന്നെ അനുസരിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാവോ? ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം പറഞ്ഞേ. 24 ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ ആഴത്തിൽ ശ്രദ്ധിക്കുന്ന ആത്മാവിന്റെ അടുത്ത പ്രതലങ്ങളിലേക്ക് എന്റെ ചെവികളെ കൂർപ്പിക്കണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഷാർപ്പൻ യുവർ അനോയിന്റിങ്. നിനക്ക് തന്നിരിക്കുന്ന ആ അഭിഷേകത്തെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ശാന്തന ഒന്നുകൂടെ ആഴത്തിൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ ചെറിയ സ്പന്ദനങ്ങളെപ്പോലും കാതിൽ ഒപ്പിയെടുക്കുന്ന ആത്മീക അനുഗ്രഹത്തിന്റെ അനർഘ നിർഗളമായ അവസ്ഥയിലേക്ക് നീ ഇറങ്ങുവാൻ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ 24-ലേതുപോലെയല്ല 25-ൽ ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് ചില മിനിസ്ട്രികളെ ദൈവം സ്പ്രൗട്ട് ചെയ്യാൻ പോവുക. കർത്താവിന്റെ ദാസന്മാരെ ശക്തീകരിക്കും. പക്ഷെ നീ അനുസരിച്ച് ശ്രദ്ധയോടുകൂടെ അനുസരിച്ച് കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ ചുറ്റിനും നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ വാക്കല്ല, മനുഷ്യന്റെ വാക്കുകളല്ല, പ്രസ്ഥാനത്തിന്റെ വാക്കുകളല്ല. നീ ദൈവ ശബ്ദം കേൾക്കുവാൻ ഒന്നുകൂടെ ശ്രദ്ധയോടെ കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശുശ്രൂഷകൾക്ക് അടിമുടി ഒരു വ്യതിയാനം വരുത്തുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഒരുത്തൻ ഓടി അങ്ങോട്ട് ചെല്ലുക. ഇവനെ ദൈവസഭ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന കൂട്ടം എന്ന് പറയുമ്പോ, പരിശുദ്ധാത്മാ നിറവുള്ള കൂട്ടം എന്ന് പറയുമ്പോ ഇവന്റെ കൈയൊക്കെ അങ്ങ് കോരിത്തരിക്കും, രക്തം തിളയ്ക്കും, കയ്യിൽ അധികാരപത്രമാ, വീറോടെ ഊക്കത്തോടെ കുതിരപ്പുറത്ത് ഓടി അങ്ങോട്ട് പറന്ന് ചെല്ലുക ദമസ്കോസിലേക്ക്. ദൈവസാന്നിധ്യം അങ്ങോട്ട് ഇടപെട്ട് അടിച്ച് താഴെ ഇട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ ആരാകുന്നു കർത്താവേ? കർത്താവേ എന്ന് വിളിക്കാൻ തോന്നി. കാരണം
ന്യായപ്രമാണം അടി മൂടി അരച്ച് കലക്കി ഗമാലിയലിന്റെ പാദപീഠത്തെ, അന്നത്തെ ഏറ്റവും വയസ്സായിട്ടുള്ള റബിയുടെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് പഠിച്ച് കലക്കി കുടിച്ചവനാ. ദൈവം ഇടപെടുമ്പോൾ പുള്ളിക്ക് അറിയാം. സ്തോത്രം, 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 സ്തോത്രം. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ശാന്തന അടിച്ച് താഴെയിട്ടു. കണ്ണ് തുറന്നു നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. ഈ പുള്ളിയോടാ പറയുന്നത്, നീ എഴുന്നേറ്റ് ഒന്നാ ഭാഗത്തോട്ട് ചെന്നു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം ഓടിപ്പോയി. അതിലൂടെ ഒന്ന് ഓടി നമുക്ക് മെസ്സേജിന്റെ കണ്ടിന്യൂഷൻ പോവാം. 9:1 വായിച്ചു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. എന്താ ചെയ്ത? ഒരു മിനിറ്റ്. ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട്, ചെയ്തുകൊണ്ട്, ഇവന്റെ ശ്വാസത്തിനകത്ത് ദൈവസഭയ്ക്കെതിരെയുള്ള രോക്ഷമാ. ഇവന്റെ ശ്വാസത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തോടുള്ള വിരോധമാ. ശ്വാസത്തിനകത്ത് അടിമുടി ഇവൻ മറ്റൊരാത്മാവിനാൽ നിറഞ്ഞിരിക്കുക. പറയാൻ വലിയ പുള്ളിയൊക്കെയാ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാരമ്പര്യവും പ്രശസ്തിയും പണവും എല്ലാം ഉണ്ട്, സമ്പത്തും ഉണ്ട്. പക്ഷേ ദൈവാത്മാവ് ഇടപെട്ടപ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് താഴെ കിടന്നു. ആരോടാ നീ കളിക്കുന്നത്? ആരെയാ നീ ഉപദ്രവിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെയാ, യേശുവിനെയാ. റാഖലാബാന ശാംഠന. അവിടെയും ദൈവത്തിന്റെ നീതി നോക്കണം. അടിച്ച് താഴെ ഇട്ടിട്ട് പറയാം, നീ എഴുന്നേറ്റ്, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. 6-ാമത്തെ വാക്യം. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെല്ലേണ്ടതിന് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. നീ എഴുന്നേക്ക്. ഈ പുള്ളി കണ്ണ് തുറന്നു നോക്കിയപ്പോ ഒന്നും കാണാൻ മേല. ഇവനോടാ പറയുന്ന പട്ടണത്തിലോട്ട് ചെല്ല. പക്ഷെ ശൗലെ, നിന്നെ ഞാൻ സന്ദർശിക്കാൻ വിചാരിച്ചിരിക്കുക. അതിനു മുൻപ് നിന്നെ എങ്ങനെ പട്ടണത്തിൽ എത്തിക്കണമെന്നും, എങ്ങനെ നേർവീതി എന്ന തെരുവിൽ എത്തിക്കണമെന്നും, എങ്ങനെ യൂദായുടെ ഭവനത്തിനകത്ത് കൊണ്ടുപോയി ഇരുത്തണമെന്നും ഒക്കെ എൻ്റെ പദ്ധതിയുണ്ട്. അതിനുവേണ്ടിയാ നിന്റെ കൂടെ നിനക്ക് കരുത്ത് കിട്ടാൻ വേണ്ടി നീ ചിന്തിച്ചു സഭയെ ഉപദ്രവിക്കുമ്പോ ഒന്നുകൂടെ ആക്കത്തിൽ ഉപദ്രവിക്കാമെന്നോർത്ത് കൂടെ കൂട്ടിയ ചിലതിനെ ഉപയോഗിച്ച് ഞാൻ നിന്നെ സഹായിക്കാൻ പോവുക. അവര് നിന്നെ പട്ടണത്തിൽ കൊണ്ടുപോയി ഇരുത്തും. റീഖലാബാന ശാംഠന റഗല ഹസിയാംഠന. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നുണ്ട്. എവിടെയൊക്കെയോ ദൈവസഭയെ ഉപദ്രവിക്കുന്ന, എവിടെയൊക്കെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി വാടകോരി പ്ലാനും പദ്ധതികളും ഒരുക്കുന്ന റീബൽ ഖബാന ശാന്തന ചിലതിനെ ചില ദൈവികമായ ആത്മീകമായ ചില പ്രതലങ്ങളിലേക്ക്, ആത്മാവിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ട് ഇരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് പറ, എതിരെ ഉപദ്രവിക്കുന്നതിനെ സ്നേഹിക്കുന്ന, സന്ദർശിക്കുന്ന ദൈവിക ഇടപെടലിനായി സ്തോത്രം പറ. ആമേൻ, ആമേൻ, ആമേൻ. കൊണ്ടുപോയി 3 ദിവസം കണ്ണ് കാണാതെ ഇരുത്തി. അപ്പൊ ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനൊക്കെ അറിയാം. യഹൂദൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് അത്യവൃക്ഷ മുമ്പേ പറഞ്ഞ പോലെ അത്യവൃക്ഷത്തിന് കീഴിയിരുന്ന് നദനേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന, ചെറുപ്പം തൊട്ട് അവരെ പഠിപ്പിക്കുക പ്രാർത്ഥിക്കാൻ. അപ്പൊ കണ്ണ് കാണാതായപ്പം വേറെ രക്ഷയൊന്നും, ഇനി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. എവിടെയൊക്കെ ഓടി നടക്കുന്ന, പരിഭ്രാന്തിപ്പെട്ട് ഏതൊക്കെയോ വല്ലാത്ത മണ്ഡലത്തിൽ നടക്കുന്ന ചിലതിനെ ദൈവം സന്ദർശിക്കാൻ പോവുക. സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കും. കണ്ണിന് മുമ്പിൽ ഒന്നും കാണാതിരിക്കുമ്പോൾ മനസ്സിലായി, ഇനി പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. എന്റെ സകല പദ്ധതികളും പാളി. ദൈവത്തിന്റെ നീതി നോക്കണം. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നേർവീതി എന്ന തെരുവി യൂദയുടെ ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് ഒരു ദൈവദാസനെ ദൈവം എഴുന്നേൽപ്പിക്കുക. അനന്യാസേ, നീ എഴുന്നേറ്റ് ചെന്ന് അഡ്രസ് പറഞ്ഞു കൊടുത്തിട്ട് പറയാ, ഇവന്റെ തല കൈവച്ച് പ്രാർത്ഥിക്കേ, ഇവൻ പരിശുദ്ധാത്മ പൂർണ്ണനാകാൻ പോവുക. അനന്യാസിന്റെ അന്നേരത്തെ മെന്റൽ സ്റ്റാറ്റസ് നോക്കണം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനന്യാസ് ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുള്ളതെല്ലാം കയ്യിൽ അധികാരപത്രവുമായി സഭയെ ഉപദ്രവിക്കാൻ ചാട്ടുളി പോലെ വരുന്ന ഒരു ശൗലിനെ പറ്റിയ. അപ്പൊ അനന്യാസ് ദൈവത്തോട് പറയാ, ഇവൻ കയ്യിൽ അധികാരപത്രവുമായി ദൈവസഭയെ ഉപദ്രവിക്കാനുള്ളവനാ. ഞാൻ പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനാന്നായി ചോദിക്കുന്ന അനന്യാസ്. പക്ഷേ അനന്യാസെ, നീ കാണാത്ത ചിലത് അവന്റെ കയ്യിൽ ഞാൻ കാണുകയാണ്. ദൈവസഭയെ വളർത്തിയെടുക്കുന്ന ആത്മാവിന്റെ കരുത്തുറ്റുള്ള ദൂതുകൾ, അറകൾ പ്രൗഢബാല ശാന്തന, കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലും പ്രാപിച്ചെഴുതുന്ന ഒരു പൗലോസിനെ ഞാൻ അവനിൽ കാണുകയാണ്. റീഥാലാബാന ശാന്തന. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ ഉപദ്രവിക്കുന്ന, നിന്റെ ശുശ്രൂഷയെ ഉപദ്രവിക്കുന്ന ചിലതിനെ സോൾട്ട് പോൾ ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ ദൈവത്തിന് മാറ്റിയെടുത്ത് സുവിശേഷത്തിന്റെ ശക്തരായ കരുത്തുള്ള വക്താക്കളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് ആത്മാവിൽ അല്പസമയം അന്യഭാഷ നിറവിൽ റാഖാബാന ശാന്തന പരിശുദ്ധാത്മ നിറവിൽ റീഥാലാബാന ശാന്തന പറ. എവിടെയൊക്കെയോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാ. ഇനിയും ആഴത്തിൽ പ്രാർത്ഥിക്കാൻ എന്റെ പിറുപിറുപ്പുകൾ മാറ്റുകയാണ്. ഞാൻ പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാ. ചിലതിനെ ദൈവം സന്ദർശിക്കാൻ പോവുകയാ. ചിലതിനെ സുവിശേഷകരാക്കി മാറ്റാൻ പോവുകയാ. എതിരെ നിൽക്കുന്ന ചിലതിനെ എന്റെ സൈറ്റ് ഹാക്ക് ചെയ്യുന്ന ചിലതിനെ ദൈവരാജ്യത്തിനു വേണ്ടി ചിലതിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നവരാക്കി മാറ്റുക എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രിയിൽ പറയുമ്പോൾ ചിലർ വിശ്വസിച്ച് അനന്യാസെ, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. എന്റെ ശബ്ദം ശ്രദ്ധയോടെ കേട്ട് എഴുന്നേൽക്ക്. റാഖാബാന ഷാംഠാന റാഗാല. ചിലതിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ പോവുകയാണ് എന്നെ കൊണ്ട്. ചിലതിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ എടുത്ത് കളയാനുണ്ട് എനിക്ക്. റാഖലമന ഹതരഘടകസിയാന റീതൽ പ്രവനം തുരരം ജഗനം തുരരം രഗജം. ക്രൂശിലേക്ക് നോക്കുമ്പോ, സുവിശേഷത്തിലേക്ക് നോക്കുമ്പോ ഒഴുകിയിറങ്ങിയ ചൂടുള്ള രക്തത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ, ക്രിസ്തുവിന്റെ ആഴത്തിലുള്ള സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ, കണ്ണിൽ ചെതുമ്പൽ ബാധിച്ച് ക്രൂശിനെതിരെ ശക്തമായി പ്രതികാരദാഹവുമായി നടക്കുന്ന ചിലതിനെ സന്ദർശിക്കുവാൻ എനിക്കുണ്ട്. പക്ഷേ അനന്യാസെ, നിന്നോട് ഞാൻ സംസാരിക്കുമ്പോ നീ കടന്നു ചെന്ന് ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. നീ ചിലതിന് നേരെ കൈനീട്ടാൻ പോവുകയാ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹം ചിലതിനെ ട്രാൻസ്ഫോം ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ക്രൂശിന്റെ വചനം, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയെങ്കിൽ ഈ അഭിഷിക്തനും കൂട്ടത്തിനുമെതിരെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. സ്നേഹത്തിന്റെ ആഴത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. അങ്ങയുടെ സന്ദർശനം ചിലതിന്റെ മേലയച്ച് ഇതുവരെ ചിന്തിക്കാത്ത പോലുള്ള ചില ശക്തരായ സുവിശേഷങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തു വരട്ടെ. ആത്മാവ് ദൂത് തരിക. ഫിലേമോന്റെ ഭവനത്തിൽ നിന്ന് പണം അപഹരിച്ചോടിയ ഒരു ഒനേസിമോസ് എത്തിപ്പെട്ടത് ഈ ദേവദാസന്റെ കയ്യിലാ. അന്ന് ട്രാൻസ്ഫോമായ ഈ ദേവദാസൻ അന്ന് കാരാഗ്രഹത്തിൽ കിടക്കുക. പൗലോസ് അപ്പോസ്തലൻ അന്ന് കാരാഗ്രഹത്തിൽ കിടക്കുക.
ആ സ്നേഹം 3 ദിവസം യൂദായുടെ വീട്ടിൽ നേർവീതി എന്ന തെരുവിൽ ഇടപെട്ട ദൈവ സാന്നിധ്യം, അറേബ്യൻ മരുഭൂമിയിൽ തന്നോട് ആഴത്തിൽ ഇടപെത്തിയ ആത്മാവിന്റെ അടുത്ത പ്രതലങ്ങൾ, ഇതിനകത്തു നിന്നെല്ലാം അദ്ദേഹം ഒരു പാഠം പഠിച്ചു. എത്ര യൂസ്ലെസ് ആണെങ്കിലും അവനെ യൂസ്ഫുൾ ആക്കി മാറ്റുവാൻ, ഏത് ഒനേസിമോസിനെയും ഏറ്റവും പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ. കാരാഗ്രഹത്തിനുള്ളിൽ ഇരുന്ന് പറയുക, ഞാൻ തടവിലായിരുന്നപ്പോൾ പ്രസവിച്ച വേദനിച്ച് പെറ്റ ഇതാ ഒനേസിമോസിനെ, ഫിലോമോനെ ഞാൻ നിനക്ക് മടക്കി തരികയാ. അവനിപ്പോൾ എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവനായി മാറുകയാ. ഓ, കരങ്ങൾ അടിച്ചു പറ. ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്ന ക്രൂശിലെ വചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഇത് പ്രതികാരത്തിന്റെ മാർഗമല്ല, ഇത് കോപത്തിന്റെ മാർഗമല്ല, ഇത് സ്നേഹത്തിന്റെ മാർഗമാ, ഇത് ക്ഷമയുടെ മാർഗമാ, ഇത് മനുഷ്യനെ മാറ്റിമറിക്കുന്ന സ്നേഹമാ, യേശുവിന്റെ സ്നേഹം. പ്രബല ശകലം തുരരം പ്രഗജം തികരം പ്രബലം ചുടകലമൗഢശാലം താരം ചാരം താരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനന്യാസേ, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നീ പുറത്തുനിന്ന് കാണുന്ന സത്യമാണ്. എതിരെ ഉപദ്രവിക്കാനുള്ള അധികാര പത്രം അവന്റെ കയ്യിലുണ്ട്. അവൻ അധികാരമുണ്ടായിരിക്കാം, അവന് പവർ ഉണ്ടായിരിക്കാം, അവൻ അതോറിറ്റി ഉണ്ടായിരിക്കാം, ഓതന്റിക്കേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് നിന്നിലൂടെ ഞാൻ ഒഴിക്കാൻ പോകുന്ന ആ അഭിഷേകം അവനെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായതാണെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ എന്റെ സകല മുൻവിധികളെയും മാറ്റിമറിച്ച് നീ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. എന്റെ വചനത്തെ ശ്രദ്ധിക്ക്, എന്റെ ശബ്ദത്തെ ശ്രദ്ധിക്ക്, എന്റെ ബുദ്ധികളെ ശ്രദ്ധിക്ക്. Ridanaba shabatara rabatara rikalabatara regasiam. Liko ramashiam tana ragal hasiam tana regasiam tana. ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ഉപദ്രവിക്കുന്ന ചിലതിന്റെ മേൽ നിന്നെ കൊണ്ട് ഞാൻ ശുശ്രൂഷിപ്പിക്കാൻ പോവുകയാ. ചിലതിന്റെ വിടുതലിനു വേണ്ടി നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് മഹത്വം കൊടുത്തു പറ, എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണമേ. ഈ 2025 എനിക്ക് തരുന്നുണ്ടെങ്കിൽ ചില വ്യത്യസ്തമായ മിനിസ്ട്രികൾക്ക് വേണ്ടി, ചില ഒനേസിമോസുമാരെ മാറ്റിമറിക്കുന്ന, യൂസ്ലെസ്സിൽ നിന്ന് യൂസ്ഫുള്ളിലേക്കാക്കി മാറ്റുന്ന ദൈവികമായ കാമ്പുള്ള ചില ശുശ്രൂഷകൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ചിലതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. റീദൽ പ്രഭ ശബ ധന രഗസിയ ലഗ ഒനേസിമോസിനെ പറ്റി, അവൻ എനിക്ക് പ്രിയദാസനാ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാ പറഞ്ഞ് ഏറ്റവും പ്രതികാരത്തിലിരിക്കുന്ന ചിലത് എനിക്ക് പ്രിയമുള്ളതായി മാറാൻ പോവുകയാ. എന്റെ വലങ്കരമാക്കി ദൈവം മാറ്റാൻ പോവുകയാ. റോഥോ ലോബോ, അത് നിന്റെ കുടുംബത്തിനകത്തായിരിക്കാം, നിന്റെ സമൂഹത്തിലായിരിക്കാം, നിന്റെ ചർച്ചിനകത്തായിരിക്കാം. ഏറ്റവും പാര വെക്കുന്ന ചിലത് നിനക്ക് ഏറ്റവും അനുകൂലമായി വരാൻ പോവുകയാ. ഓ റിബന ശബലതര ഹടഗസി പ്രൗഢബല ശംദരഗല ഹടഗശാധര ജഗൽഖര ഘടഗസ് ഗുടകം പ്രബനം ധുരാ ജഗല ഘടക ശംധരഗന. വേദനിക്കുന്ന ചില അമ്മമാരോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ തലമുറയിൽ ഏറ്റവും നിന്നെ വിഷമിപ്പിക്കുന്ന ചിലത് നിനക്ക് ഏറ്റവും പ്രയോജനമുള്ളതായി മാറാൻ പോവുക. വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിച്ചു. റീബാല ശാംചനരഗന ഹടഗസിയാന. നിന്റെ ബന്ധങ്ങളിൽ ഏറ്റവും നിന്നെ കുത്തി നോവിപ്പിക്കുന്ന ചിലത് നിനക്ക് ഏറ്റവും പ്രയോജനമുള്ളതായി മാറാൻ പോവുകയാ, നിനക്ക് അനുകൂലമായി മാറാൻ പോവുകയാ. ഓ, ദൈവാത്മാവ് വീണ്ടും ആ പദം എന്റെ നാവിൽ തരുന്നു. ഇതിനകത്തുള്ള നിങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന എന്നെയും എവിടെയൊക്കെയോ യൂസ്ലെസ് ആയി പോയ മേഖലകളിൽ യൂസ്ഫുൾ ആക്കിക്കൊണ്ടുവന്ന, മടക്കിക്കൊണ്ടുവന്ന ക്രൂശിന്റെ വചനം, ഓ രാഖാബാന ശാന്തന, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായി മാറുന്ന ക്രൂശിന്റെ വചനം, ഉടഞ്ഞതിനെ നല്ല പാത്രമാക്കി മാറ്റുന്ന കുശവന്റെ കരങ്ങൾ അവന്റെ ഇന്ന് രാത്രി എവിടെയൊക്കെയോ ശക്തമായി ഇടപെടുന്നുണ്ട്. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ.
റബന തുന രഗൽക്കര ഘടകസി പ്രൗഢബാല ശാന്തര. പക്ഷേ അനന്യാസെ, നിന്നിലൂടെയാണ് ഞാൻ ചില തുടക്കങ്ങൾ കുറിക്കാൻ പോകുന്നത്. ആത്മാവ് പ്രവചിക്കുന്നു, നിന്നിലൂടെ റീധനബ ശബര ഹസന രഗൽക്ക മനാസിയാം തര. നിന്നിലൂടെ നീ എഴുന്നേൽക്ക് റീധനബ ശാംതന രഗല ഹടകസി പ്രൗഢബാല ശാന്തരേ. പറഞ്ഞേ, ശൗലിനെ പോലെ ഞാൻ പലതും അനുസരിക്കാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. പക്ഷെ എവിടെയൊക്കെയോ കാതലായ അതിപ്രധാനമായ സുപ്രധാനമായ മേഖലകളിൽ എവിടെയൊക്കെയോ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ പോവാന്ന് പറഞ്ഞേ. ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ പോവുകയാ. 2025 ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ പോവുകയാ. നീ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കുവാൻ, സകലത്തെയും ശാസിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കാൻ, ചിലതിനെ പണിയാൻ പറയുമ്പോൾ പണിയാൻ, ചിലതിനെ പൊളിക്കാൻ പറയുമ്പോൾ പൊളിക്കാൻ. ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച ചില ദൈവദാസിദാസന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ചിലതിനോട് ആത്മാവ് ദൂത് പറയുന്നു. ശുശ്രൂഷകൾ വ്യത്യസ്തമാണ്. ചില ഇരുട്ടിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ പറയുമ്പോൾ ആത്മാവിൽ ദേശത്തിന്റെ നെറുകയിൽ കാലെടുത്തു വെച്ച് അധികാരത്തോടെ ചില ഭവനങ്ങൾക്കുള്ളിൽ കാലെടുത്ത് വെച്ച് ശുശ്രൂഷിക്കുന്ന ദൈവദാസിദാസന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രവചന ദൂതുകൾ നിന്നു പോയിട്ടില്ല. ആത്മാവ് ദൂരം പെയ്യുക. ചിലതിനെ നോക്കി പ്രവചിച്ച് പുറത്തെടുക്കുവാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ എനിക്ക് പ്രസാദം. റീതാലാബാന ശാന്തര. നിങ്ങളുടെ മിനിസ്ട്രിയുടെ മൂർച്ച കൂട്ട്, ഷാർപ്പൻ ചെയ്യുക. റീഖാലാബാന ശബര ഹതരഗലഗസി ചൂടൽ പ്രബനദുരിഗലഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, ഒരു 2 ആഴ്ച മുമ്പ്, 10-15 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു മെക്സിക്കോയ്ക്ക് പോകാൻ പറഞ്ഞു. മെക്സിക്കോയിൽ എനിക്ക് ആരെയും പരിചയമില്ല. ഹല്ലേലൂയ. അപ്പോൾ US ബോർഡറിൽ ഒരു ഫാമിലി എനിക്ക് പരിചയമുണ്ട്. ഏതായാലും കർത്താവച്ചൻ പറഞ്ഞല്ലേ, ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അച്ചായനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുവാന്ന്. അപ്പൊ അച്ചായന്റെ ചർച്ചിലൊക്കെ മീറ്റിംഗ് ക്രമീകരിച്ചു. പക്ഷെ എൻ്റെ ദൗത്യം മെക്സിക്കോയിൽ ഒരു മലയാളി പാസ്റ്റർ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഒത്തിരി വർഷം പ്രവർത്തിക്കുന്ന ആ ദൈവദാസനെ അവസാനം കണക്ട് ചെയ്തു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഞാൻ ക്യൂബയിലാണ് ഉള്ളത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സാറ്റലൈറ്റ് ഇല്ലാത്ത, നെറ്റ്വർക്ക് ഇല്ലാത്ത, കറണ്ട് ഇല്ലാത്ത, വെള്ളമില്ലാത്ത. ഹലോ, അവിടെ പോയിട്ട് അദ്ദേഹം കിടക്കുന്നത് തൈയുടെ ഓല വെട്ടി താഴെ കിടന്ന പ്രവർത്തിക്കുന്നത്. സ്തോത്രം. സൗത്ത് അമേരിക്കയിലെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ വയല് വിശാലമാന്ന് പറഞ്ഞേ. അരകമന ശാന്തരകലഘടകസി. അപ്പൊ ഞാൻ ഏതായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ ചെല്ലാനും അങ്ങോട്ട് മെക്സിക്കോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മിഷൻ ഫീൽഡുകളിലൊക്കെ സന്ദർശിക്കാനും ഒക്കെ അദ്ദേഹം എന്നെ സ്കെഡ്യൂൾ ചെയ്തു. പക്ഷേ പുറപ്പെടുന്നതിന്റെ തലേദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഡിയർ സെർവന്റ് ഓഫ് ഗോഡ്, ഐ എം വെരി സോറി, ഐ എം സ്റ്റക്ഡ് ഇൻ ക്യൂബ. എനിക്ക് ക്യൂബയിൽ ഞാൻ കുടുങ്ങിപ്പോയി, അങ്ങോട്ട് ഇപ്പോൾ വരാൻ പറ്റിയില്ല, ഫ്ലൈറ്റ് ഇല്ല, എന്തൊക്കെയോ വിഷയങ്ങൾ വന്നു. അപ്പോ എനിക്ക് വേണേ ക്യാൻസൽ ചെയ്യായിരുന്നു. പക്ഷെ ദൈവാത്മാവ് വീണ്ടും പറയുക, ഗോ ടു മെക്സിക്കോ. ഞാൻ പറഞ്ഞു, ദേവാസനെ കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ എനിക്ക് കണക്ട് ചെയ്ത് തന്നാൽ മതി, ആരെങ്കിലും ഒരാൾ. അന്നേരം പറഞ്ഞു, അവിടെ എല്ലാവരും സ്പാനിഷാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ കുറവാണ്, ഞാൻ നോക്കട്ടെ. എൻ്റെ മിഷൻ സംഘടനയിൽപ്പെട്ട അവിടുത്തുകാരായ ഒരു കപ്പിളുണ്ട്, അവരെ കിട്ടിയാൽ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതേ അറേഞ്ച് ചെയ്തു. US മെക്സിക്കോ ബോർഡർ വരെ ഇപ്പൊ ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മതിലുണ്ട് അവിടം വരെ ഞങ്ങളെ അച്ചായം കൊണ്ടുവിട്ടു. അവിടുന്ന് അങ്ങോട്ട് ഒരു വാൻ വന്നു. പഴയ ഒരു വാനിനകത്ത് ഞാനും വൈഫും മോളൂടെ കയറിയിരുന്നു. ഒരു പരിചയമില്ലാത്ത 2 പേരാ. പുള്ളിക്കാരി മാത്രം ഇംഗ്ലീഷ് സംസാരിക്കും. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല, സ്പാനിഷ്. ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ പോണ വഴിക്ക് പറഞ്ഞു, ഒത്തിരി ഗാങ്സ്റ്റേഴ്സ് ഉള്ള മേഖലയാണ്. മെക്സിക്കോ ഇസ് ദ മോസ്റ്റ് കറപ്റ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. ഏത് സമയത്തും സംഭവിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, ഗോഡ് ഈസ് വിത്ത് us, ലെറ്റ്സ് ഗോ, ഹിസ് പ്രസൻസ് ഈസ് വിത്ത് us. അവിടെ ചെന്നപ്പോൾ ഒരു സ്ലം ഏരിയയിൽ
തമിഴ്നാട് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. സ്ലം ഏരിയ, അങ്ങനെയുള്ള ജോപ്പടുപട്ടി എന്ന് പറയത്തില്ല ഇന്ത്യയിൽ, അങ്ങനെയുള്ള സ്ഥലത്തോട്ട് കൊണ്ടുചെന്നു. അവിടെ ചെന്ന് ദേവദാസൻ സ്കെഡ്യൂൾ ചെയ്തിരുന്ന ശുശ്രൂഷകൾ, അദ്ദേഹത്തിന്റെ മിഷണറിമാരൊക്കെ വന്നു. അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്നോട് പോകാൻ പറയുമ്പോൾ പോയാൽ അവിടെ ചെല്ലുമ്പം ബാക്കി കാര്യം കർത്താവപ്പച്ചൻ ചെയ്തോളും. സ്തോത്രം. 1 മണി മുതൽ 3 മണി വരെ സ്കെഡ്യൂൾ ചെയ്ത പാസ്റ്റേഴ്സ് കോൺഫറൻസ് 6 മണി വരെ പോയി. ഹല്ലേലൂയ, ദൈവാത്മാവ് കൊണ്ടുപോവുക. അത് കഴിഞ്ഞുള്ള വൈകിട്ടത്തെ മീറ്റിങ്ങുകളിൽ കർത്താവിന്റെ മഹത്വത്തിനായി പറയട്ടെ ഡെലിവറൻസുകൾ നടക്കുക. ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് എവിടെയൊക്കെയോ ശ്രദ്ധയോടെ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാണ്? നിന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കാം, എല്ലാ പ്രതികൂലം അന്നേരം പിശാച് കൊണ്ടുവരും. ബേബി പാസ്റ്ററെ, അനിബേബി പാസ്റ്ററെ, ഈ ഉപവാസം തുടങ്ങുമ്പോൾ ഇല്ലാത്ത പ്രതികൂലം എല്ലാം വരും. അത് അവന്റെ പദ്ധതിയാ. യേശു കർത്താവിനോട് അതുപോലെ തന്നെ ചെയ്തെങ്കിൽ നമ്മളെ അവൻ വിടാനൊന്നും ഒരുക്കമല്ല. പക്ഷേ ഉപവസിക്കുന്നവന്, പ്രാർത്ഥിക്കുന്നവന് ജയമുണ്ട്. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാറാഖാബാന പറഞ്ഞേ, യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, എൻ്റെ പ്രസ്ഥാനത്തിനും എൻ്റെ കൂട്ടത്തിനും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, എൻ്റെ മേൽ അഭിഷേകം പകർന്ന ഒരുവനുണ്ട്, എന്നെ മുൻപോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് anointing from the heaven. മുകളിൽ നിന്നുള്ള അഭിഷേകം, ഉയരത്തിലെ ശക്തി, അതാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് അനന്യാസേ, നീ എഴുന്നേൽക്കുക. നിന്റെ മുൻപിലുള്ള സകലവിധ മൈൻഡ് സെറ്റുകളെയും മാറ്റിമറിച്ച് എഴുന്നേൽക്കുക. ദൈവത്തിന് അടിമുടി ട്രാൻസ്ഫോം ചെയ്യാനുണ്ടെന്ന്. റാഗലവന ഹതരകല ഘടക ഹത്തരകൽ ഘടകസി 3 ദിവസം കണ്ണ് കാണാഞ്ഞുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അതിൽ നിന്ന് പുറത്തിറങ്ങി ദമസ്കോസിനകത്ത് പൂട്ടാൻ സകലവിധ പദ്ധതികളും ദേശശക്തികൾ ഇട്ടപ്പോ കൊട്ട വഴി, മതിൽ വഴി പുറത്ത് ചാടി. പിന്നെ ഓടുകയല്ലായിരുന്നു, നേരെ അറേബ്യൻ മരുഭൂമി പോയി അടുത്ത വെളിപ്പാടിന് വേണ്ടി ദാഹിക്കുന്നവനായി ഇവൻ മാറി. സ്വത്രം പറഞ്ഞ് റാഖാലാമാന ഹഠര റഗൽ ഖരഗസിയ റീഖമാന ശാന്തന. കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചെഴുതുന്ന പൗലോസ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന പൗലോസ്. റീഖബാന ശാന്തന. പറയാൻ പറ്റുമോ? കർത്താവപ്പച്ച ഈ തിരക്ക് പിടിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ശമരിയ എന്നൊരു ദൈവദാസനെ എങ്ങോട്ട് വിടുക? ഫിലിപ്പോസിനെ എങ്ങോട്ടാ വിട്ടെ? ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പ്ലെയിൻ ലാൻഡിലോട്ട് വിടുക. അവിടെ ചെല്ലുമ്പോൾ കാണാൻ ഒന്നുമില്ല, ഒരു വ്യക്തി, ഒരു തേരുണ്ട്. അതിനകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നവർക്കറിയാം. ആ ഒറ്റ ഷണ്ണന്റെ മാനസാന്തരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സുവിശേഷത്തിന്റെ ഒരു ആളിക്കത്തലായി മാറി. റീഖലാബാന ശാന്തര. ദേവദാസന്മാരോട് ആത്മാവ് ശക്തമായി ഇടപെട്ട് സംസാരിക്കുക. നീ മുൻപിൽ കാണുന്നത് ചെറിയ ശുശ്രൂഷയാണെന്ന് ലോകം പറഞ്ഞാലും, നിനക്ക് തന്നെ തോന്നിയാലും, അതിൻ്റെ വേവ്സ് അതിആഴത്തിലുള്ള സുവിശേഷത്തിന്റെ ചില ശക്തമായ ധ്വനികളായി അലയടിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുമ്പോ പറഞ്ഞേ, എവിടെയൊക്കെയോ നീ പറയുന്ന ചില കുടിലുകളിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കാൻ പോവുകയാ, എവിടെയൊക്കെയോ അങ്ങ് പറയുന്ന ചില ദേശങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കാൻ പോവുകയാ. ഓ പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവേ, എന്നെ അതിനു വേണ്ടി അയക്കണമേ. എന്റെ മുൻപിൽ സകലതും പ്രതികൂലമാ, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുവാൻ. ഓ രമനാധാര പ്രൗഢവാല ശബ്ദരാജകൽക്കരഘടകാതകച്ചേരകസ്യ റീതൽ പ്രഭാശഭാരിയാം താനപക്ഷേരകസ്യ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ വ്യത്യസ്തമായി നീങ്ങാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ട് വ്യത്യസ്തമായി ശുശ്രൂഷിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസന. സ്തോത്രം പറഞ്ഞു, ആമേൻ പറഞ്ഞു, സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനിവാര്യ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയുന്ന ഒത്തിരി സന്തോഷം, യൗവനക്കാർ ആത്മാവിൽ നിറയുന്ന സന്തോഷം. കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്ത് ശുശ്രൂഷിക്കണം. സ്തോത്രം.
റഗല ഹടകഷിയ പ്രൗഢബാല ശന്തര. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷിയെ പുറത്തെടുക്കുന്നത് പോലെ ചിലതിനെ പുറത്തെടുക്കാൻ അഭിഷിക്തന്മാരെ, കർത്താവിന്റെ ദാസിമാരെ ദൈവം അഭിഷേകം ചെയ്യുക. റീഥാലാബാര ഹത്തര റഗൽഖര ഘടകസിയാരാമൗട്ട്. കഴിഞ്ഞ ദിവസം ഒരു വേദനയോടുകൂടെ ഒരു കുടുംബം, ഞാൻ യുഎസിലൂടെ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാനൊക്കെ പോയപ്പോൾ ഒരു കുടുംബം പറഞ്ഞു, എല്ലാം ഉണ്ട്, പക്ഷേ മോളെ ഒത്തിരി സന്തോഷത്തോടെ കെട്ടിച്ചയച്ചതാ. സഭയിൽ ഏറ്റവും നന്നായിട്ട് ഡ്രം വായിക്കുന്ന ഒരു സഹോദരൻ, ഭയങ്കര ആക്റ്റീവാ. പക്ഷെ പുള്ളി ചർച്ചിൽ നിന്ന് പോണ വഴിക്ക് പുള്ളിക്ക് ഒരു സ്ഥലത്ത് നിർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിക്കർ സ്റ്റോറിൽ നിർത്തണമെന്ന്. ഹല്ലേലൂയ. കൊച്ചിപ്പം വീട്ടിൽ വന്ന് നിൽക്കുക. ഇങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ വേദനിക്കുകയാണ്. പക്ഷെ പറഞ്ഞേ, ചിലതിനെ പുറത്തെടുക്കാൻ, ഹല്ലേലൂയ, കുടുങ്ങിക്കിടക്കുന്ന ചിലതിനെ പുറത്തെടുക്കാൻ, യൂദായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ചിലതിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എന്നെ ഉപയോഗിക്കണേ, ഞങ്ങളെ ഉപയോഗിക്കണേ, വ്യത്യസ്തമായ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി. ഈ കുഞ്ഞുങ്ങള് അഭിഷേകം പ്രാപിക്കുമല്ലോ. നമ്മൾ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അവരെ അഭിഷേകം ചെയ്യും. പക്ഷെ ഈ യാത്രയിൽ, ഈ മിഷൻ യാത്രയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരു കാര്യം. ഒരു വലിയ വീട്ടിലോട്ട് കയറിച്ചു, ഒരു നല്ല സഹോദരൻ സഹോദരി, ഭയങ്കര വീടാണ്. അതിനകത്ത് ഞാൻ ചോദിച്ചു, കുറെ 10 മിനിറ്റ് സംസാരിച്ചിട്ടും അനക്കങ്ങളൊന്നുമില്ല. ഞാൻ ചുമരിലോട്ടൊക്കെ നോക്കി, കുഞ്ഞുങ്ങളുടെ ഒന്നും ഫോട്ടോ അധികം കാണുന്നില്ല. കുഞ്ഞുങ്ങളെ പറ്റി ചോദിച്ചു. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കൊച്ചാവുള്ളേ, അവളെ വിളിക്കാന്ന് പറഞ്ഞു. 20 വയസ്സുള്ള ഒരു പെങ്കൊച്ച, 20 or 25, ഞാൻ ഓർക്കുന്നില്ല. വിളിച്ചപ്പോൾ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് പുറത്തോട്ടിറങ്ങി വരിക. സ്തോത്രം. ഞങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ തലയെ കൈവെക്കാം. ആ കുഞ്ഞ് തലയെ കൈവയ്ക്കുമ്പോൾ അഭിഷേകത്താൽ നിറയുന്നത് ആ മാതാപിതാക്കൾ കണ്ടിട്ട് തുള്ളിച്ചാടുക അവര്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും ഈ ആക്സ് 2 മുഴുവൻ പഠിച്ച് ഒത്തിരി തിയോളജിക്കലി ഇൻഡെപ്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചാലേ അഭിഷേകം ഇറങ്ങുള്ളൂ. സ്വത്രം. ഞാൻ പറയാം, മന്ദത ബാധിച്ചെന്ന് പറയുന്നതിന്റെ മേളിലും നീതിയോടെ ഇറങ്ങുന്ന ഒരു ആത്മാവിനെയാ റാഖാലാബാന നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. റീഥലാബാന ഹട്ടരകടക സിയാന. ചതഞ്ഞ ഓടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി വരികയാ. റിതന ഹടകസി പ്രൗഢബാല, നിന്റെ തലമുറകളിലേക്ക് ഇറങ്ങി വരികയാ. ഏറ്റവും മോശമെന്ന് നീ പറയുന്നത് നിനക്ക് ഏറ്റവും നല്ലതായി മാറാൻ പോവുകയാ. ഏറ്റവും യൂസ്ലെസ് എന്ന് നീ പറയുന്നത്, ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നെന്ന് പറയുന്നത്, അവൻ ബലഹീനർക്ക് ശക്തി പകരുന്ന ദൈവമായതുകൊണ്ട്, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം പകരുന്നവനായതുകൊണ്ട്, ചിലത് കഴുകനെ പോലെ ഉയരുന്നത് ആത്മാവിൽ കണ്ട് വിദ്യാഭ്യാസത്തിനും പണത്തിനും പ്രശസ്തിക്കും പാരമ്പര്യക്കും കൊടുക്കാൻ പറ്റാത്തത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുമ്പോ സംഭവിക്കുമെന്ന് ദൈവാത്മാവ് നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുമെന്ന് ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നതിന്റെ മേൽ ഈ ശക്തി വരികട്ടെ. ഈ ആത്മാവ് ഓർപ്പിക്കുന്നത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ 1-2 സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ച ഒരു വചനഭാഗം, പക്ഷെ അതെന്നെ ശക്തമായി ഇടപെടുകയാണ്. ഈ യാക്കോബ് ഭവനത്തിൽ നിന്ന് ഇറങ്ങുക. ഭവനത്തിൽ ആദ്യമായിട്ട് അമ്മയുടെ വാത്സല്യം വിട്ടിറങ്ങി പോവുകയാ. ഒരു സ്ഥലത്തെത്തിയപ്പോൾ രാത്രിയായി, ഒന്നുമില്ല, തലയ്ക്ക് ഭാരം, കിട്ടിയത് ഭാരമുള്ള കല്ല്, തല വെച്ച് കിടന്നുറങ്ങുക. സ്വർഗം ഇറങ്ങി. അതുവരെ ഇല്ലാത്ത ഇടപെടൽ, അതുവരെ ഇല്ലാത്തൊരു എൻകൗണ്ടർ അവിടെ സംഭവിച്ചു. കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി ദൂത് പറഞ്ഞങ്ങ് മുമ്പോട്ട് പോവാ.
നീ ഇതുവരെ അനുഭവിക്കാത്ത തലയ്ക്ക് ഭാരം തോന്നുന്നുണ്ടെങ്കിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ നിന്റെ സ്വർഗം ഇടപെടാൻ പോവുകയാ. നിന്റെ സകല പ്രതീക്ഷയും വിട്ടുപോയി, നിന്റെ ട്രസ്റ്റ് വിട്ടുപോയി. ഒരു സ്ഥലത്തെത്തി, സൂര്യനെ അസ്തമിച്ചു, GPS ഇല്ല, ഒരു പിടിപാടും ഇല്ല, ഒന്നും കയ്യിലില്ല, നീ പെട്ടുകിടക്കുക. ഗൾഫിലായിരിക്കാം, ഏതൊക്കെയോ ദേശത്തായിരിക്കാം, നീ പെട്ടുകിടക്കുക. പക്ഷെ നിന്നോട് ഇതുവരെ ഇല്ലാത്തതുപോലെ ആഴത്തി ഇടപെടുന്ന ഒരു ദൈവം, അവൻ വിടുന്ന ദൈവം അല്ല കേട്ടോ, അവൻ നിന്നോട് ഇറങ്ങി ഇടപെടുന്ന ദൈവം. താഴോട്ട് മാത്രമല്ല, മേളിലോട്ടും. ടൂ വേ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ് നീ സംസാരിക്കാൻ പോവുക, നീ കാണാൻ പോവുക, നിന്നോട് സംസാരിക്കാൻ പോവുക, നിന്നോട് ഇടപെടാൻ പോവുക. നിന്നെ കാണുന്ന സ്വർഗവാ പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിന് നടുവിലായതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികളെ, ഏകാന്ത ചിന്തകളെ, ഡിപ്രഷൻ സ്പിരിറ്റുകളെ നിനക്ക് എന്റെ മേൽ സ്വാധീനമില്ല, എന്റെ തലമുറയുടെ മേൽ സ്വാധീനമില്ല. ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് ശക്തിയോടെ പറ, ദൂതകൾ ഇന്ന് രാത്രി എന്നെ അടിപൊളി മാറ്റുന്നതിനായി സ്തോത്രം. ആമേൻ. അവിടെ ഇതുവരെ ഇല്ലാത്തതുപോലെ ഇടപെട്ടപ്പോ ഒരു തീരുമാനം എടുത്തു. എന്റെ ഈ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോ ഞാൻ ഇവിടെ ഒരു കവണന്റ് എടുക്കുക, ഇവിടെ ഒരു ആലയം, ഇവിടെ ഒരു ആരാധന, ഒരു കല്ലെടുത്ത് എണ്ണയൊഴിച്ച് ആ കവണന്റ് അങ്ങ് എടുത്തു. പോയി ചുരുക്കി പറഞ്ഞങ്ങ് ഓടിപ്പോവാ. 7 7 14 6 20 വർഷം ലാബാന്റെ വീട്ടിൽ എല്ലാം ചെയ്തു. അതുവരെ ഇല്ലാത്തതുപോലെ ദൈവം ബുദ്ധി അവിടെ അങ്ങ് തുറന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ലൂസില് അതിനെ ബദലാക്കി, അതിനകത്ത് ഇവന്റെ തലയ്ക്കകത്ത്, ലൂസാന്ന് പറഞ്ഞ തലയ്ക്കകത്ത്, ഇച്ചിരി മോശമാന്ന് പറഞ്ഞതിനകത്തോട്ട് ദൈവത്തിന്റെ വിസ്റ്റം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അനിവേ പാസ്റ്ററെ, ആദ്യത്തെ ക്ലോണിങ്, ഇവൻ വരയ്ക്കുകയും പുള്ളി ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ മരമൊക്കെ വെച്ചിട്ട് പുതിയ പരിപാടികളാ. ശാസ്ത്രം അതുവരെ കണ്ടുപിടിക്കാത്ത ബുദ്ധി അത് ഇപ്പോഴും ഉണ്ട് യഹൂദന്. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഇതെല്ലാം നേടി 2 കൂട്ടമായി യാബോക്കിന്റെ കടവിലെത്തി. മൽപ്പിടുത്തവും നടന്നു. അവിടുന്ന് മുൻപോട്ട് പോരുക. പക്ഷെ ഒരു കാര്യം മറന്നുപോയി. ബേഥേലിലെടുത്ത തീരുമാനം പെൻഡിങ് കിടക്കുക, അത് മറന്നുപോയി. 35 അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 1-ാമത്തെ വാക്യം. Genesis chapter 35, first verse, please. ഉൽപ്പത്തി 35. ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. യാക്കോബ്, നീ എഴുന്നേക്ക്. ഇപ്പൊ എവിടെയുള്ള യാക്കോബ്? എവിടെയുള്ള? ഒരു 2 പേജ് പുറകോട്ട് മറിച്ചിട്ട് 33-ാം അധ്യായം, 2 പേജ് പുറകോട്ട് മറിച്ചിട്ട് 33-ാം അധ്യായത്തിൽ അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചു. 33:18. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിന് അരികെ പാളയമടിച്ചു. കനാനിലെത്തിയോ? എത്തി. പക്ഷെ വന്ന വഴിക്ക് ബദേൽ ചെയ്യേണ്ട കാര്യം മറന്നുപോയി. ഹലോ, സ്തോത്രം, 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 സ്തോത്രം. അറിയാ, യാക്കോബ് എഴുന്നേക്ക്. അരഗബന ശംഠന രഗല ഹടഗസി പ്രൗഢബാല ശംഠന രഗല സിയാം ധന. നിന്റെ ജീവിതത്തിലെ മരുഭൂയാത്രയ്ക്കകത്ത് ദൈവം പലതും നിനക്ക് കൈമാറി തന്നു. നീയായിട്ട് വർദ്ധിച്ചു, നിന്നിലൂടെ വർദ്ധിക്കപ്പെട്ടു പലതും. പക്ഷേ ഇന്ന് രാത്രി 2024 അവസാനത്തെ മാസം ചില ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ദൈവാത്മാവ് പറയുക, 25-ൽ എനിക്ക് എന്റെ നിയോഗത്തിലൂടെ നിന്നെ വർദ്ധിപ്പിക്കാനുണ്ട്. എന്റേതായിട്ടുള്ള ചിലത് നിനക്ക് തരാനുണ്ട്. യാബോക്കിന്റെ കടവി സംഭവിക്കുന്നത് 32-ാം അധ്യായത്തിലാണ്. യാബോക്കിന്റെ കടവി പറയുന്നത് എന്നാ? അതിന്റെ 28-ാമത്തെ വാക്യം വായിച്ചു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിച്ചോണം. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. വിളിക്കപ്പെടും.
വിളിച്ചില്ല. വിളിക്കുന്ന എവിടെയാണെന്നറിയോ? ഈ 35 അധ്യായത്തിൽ തിരിച്ചു പോയിക്കേ. 35 അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് അതിന്റെ 9-10 വാക്യങ്ങളിൽ പറയാ. വായിച്ചു. റിബേക്കയുടെ അല്ല, റിബേക്കയുടെ 35-ന്റെ അവളെ ബെഥേലിന് താഴെ ഒരു കരുവേലകത്തിന് കീഴെ അടക്കി. അതിന് അല്ലോൻ ബാബു വിലാപ വൃക്ഷം എന്ന് പേരിട്ടു. അടുത്ത വാക്യം. യാബോക്ക് പത്തനരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു. അവന് ഇസ്രായേൽ എന്ന് മനസ്സിലാകുന്നുണ്ടോ? എവിടെയൊക്കെയോ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവികമായ ഒരു വർധനവ് 25 ഞങ്ങൾക്ക് വേണം. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഇസ്രായേലായി മാറുവാൻ ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ചില കവണന്റുകളിലേക്ക് ഞാൻ മടങ്ങിപ്പോവാൻ പോവുക. നീ ഗൾഫിലെത്തി ഒറ്റപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് ഉറ്റതിരിഞ്ഞ് വല്ലാതെ കലങ്ങിയപ്പോ ഇടപെട്ടപ്പോ നീ എടുത്തതുമായ ചില തീരുമാനങ്ങളുണ്ട്. അതിലേക്ക് മടങ്ങിപ്പോയി റിപ്പയർ ചെയ്യുമ്പോഴാണ് 25-ൽ യഥാർത്ഥമായിട്ട് നീ വർദ്ധിക്കാൻ പോകുന്നത്. സ്തോത്രം പറഞ്ഞു. എവിടെയൊക്കെയോ എന്റെ മിനിസ്ട്രി സ്പ്രൗട്ട് ആകേണ്ടതുപോലെ സ്പ്രൗട്ട് ആക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ഈ വചനം തന്നിരിക്കുന്നതെന്ന് പറ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട് പറ, ഞാൻ എഴുന്നേൽക്കുകയാ. എവിടെയൊക്കെയോ ഞാൻ തുടങ്ങി വെച്ച ചില ആത്മീക ശുശ്രൂഷകൾ കല്ലെടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി അവിടെ പണിയാനിരിക്കുക, ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാനിരിക്കുക. പ്രാർത്ഥിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ വിട്ടുപോയി. ജീവിതത്തിലെ തകർന്നുടഞ്ഞ നാൽക്കവലകളിൽ ദിശ കിട്ടാത്ത നീ ഉഴന്നപ്പോൾ നിന്നോട് ഇടപെട്ട ദൈവ സാന്നിധ്യത്തിന് നടുവിൽ നീ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഈ വഴിയിലൂടെ ഞാൻ മടങ്ങി വരുമ്പോൾ ഇന്ന കാര്യം ഞാൻ ചെയ്യാം. തത്രപ്പെട്ട് നേരുന്നത് പലപ്പോഴും കെണിയായി മാറുമെന്ന് വചനം പറയുന്നു. നിവേദിക്കുന്നതിൽ നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് മടങ്ങിപ്പോകാം. എവിടെയെങ്കിലുമൊക്കെ 24-ൽ ഏതൊക്കെയോ വികാരത്തിന്റെ വല്ലാത്ത വിക്ഷോഭത്തിനിടയിൽ ഞാൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. എനിക്ക് വർദ്ധിക്കണം, യഥാർത്ഥ ഇസ്രായേലായി മാറണം. ദൈവം എന്നെ വിളിക്കുന്ന ചില പേരുകളിലേക്ക് എനിക്ക് കടന്നു ചെല്ലണം. ദൈവം ആഗ്രഹിക്കുന്ന ചില സ്പ്രൗട്ടിങ്ങുകളിലേക്ക് എനിക്ക് പോകണം. ഞാൻ നേടിയതിനെ മുഴുവൻ അക്കരയിട്ട് ഇക്കര നടത്തിയ രാത്രി മുഴുവനുള്ള മൽപ്പിടുത്തത്തിനകത്ത് ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യവും ഇടപെട്ട ദൈവത്തിന്റെ ശബ്ദവും എന്നിൽ പൂർത്തിയാകണം. അരാജകല ഘടക പ്രൗഢബാല ശംസനാരകല ഹടകസ്. യാക്കോബ് എഴുന്നേക്ക്. തീഥാമാന ശാംഠാരാബ. ദൈവശബ്ദത്തെ ശ്രദ്ധിക്കുന്ന ചിലർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുടാധികര ഘടക ശംഥലരകല ഹടകസി പ്രൗഢബാല ശംഥരെ റിഥോനി ഹസിയാലകത്തുരി മാന ശംധര. മുമ്പിൽ സകലതും തകർന്നുടഞ്ഞു കിടക്കുകയാ. മുൻപിൽ സകലതും ശൂന്യമായി കിടക്കുകയാ. മുൻപിൽ ഇനി റിസോഴ്സുകളൊന്നുമില്ല. മുൻപിൽ മതിലിടിഞ്ഞു കിടക്കുകയാ. റിബന ശാംഥനരകല ഘടകസിയ. കുഴപ്പമില്ലാതെ പ്രവാസത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുകയായിരുന്നു. രാജകൊട്ടാരത്തിനകത്തിരിക്കുകയായിരുന്നു. നെഹമ്യാവെ, നിന്നെ വിളിച്ചിറക്കിയതിന് പുറകിൽ ചില പദ്ധതികൾ എനിക്കുണ്ട്. നീ പണിയാൻ പോകുന്നത് പുതിയ കുറെ ലോഡ് കല്ലെടുത്തടിച്ചിട്ടല്ല, ഈ വെന്ത ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന്. ഈ തകർന്നുടഞ്ഞതിൽ നിന്ന് ഞാൻ നിന്നെ പണിയിപ്പിക്കാൻ പോവുകയാ. പക്ഷെ നീ എഴുന്നേൽച്ച് പണിയുക. ജനത്തോട്
മുൻപിലിരിക്കുന്ന കരിഞ്ഞ തകർന്ന വെന്തുപോയ വാതിലുകളെയും കല്ലുകളെയും കണ്ട് നീ ക്ഷീണിച്ചിരിക്കാറല്ല. 24 ഡിസംബർ മാസത്തിൽ ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ചില പണികൾ നിനക്കുണ്ട്. 25 നീ ചില പണികളുടെ പൂർത്തികൾ കാണും. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. റീദാലാബ ശാന്തനരഗല ഹടഗസി പ്രൗഢബാൽ. ആമേൻ, 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 ആമേൻ. ചുടവ റബത്തു റിയാംതനിയ ശബന്തന റഗൽഖരഗടഗസി റീദൽ പ്രഭാതന ജഗാരി ഗശന പ്രൗഢബാൽ ശബന്തരി രഗ. എനിക്കിനി റിസോഴ്സുകളില്ലല്ലോ, എനിക്ക് വേണ്ടി കൈത്താങ്ങൽ തരാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ഉയർത്തുവാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുമ്പിൽ കാണുന്ന ചില വെന്ത ചണ്ടി കൂമ്പാരങ്ങളിലൂടെ ഞാൻ ചില പണികൾ നടത്താൻ പോവുക. ദൂതേറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പറ, നിനക്ക് സകലതും കഴിയുമെന്നും ഓ ദൈവത്താൽ ഒരു കാര്യം അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. സകലതും നഷ്ടപ്പെട്ട യോബേ, നിന്റെ ആരോഗ്യം പോയി, കുഞ്ഞുങ്ങൾ പോയി, സകല സ്വത്തും പോയി, മൃഗസമ്പത്തുകൾ പോയി. പക്ഷെ ഇതാ ഞാൻ ഒരു ചുഴലിക്കാറ്റിൽ ഇറങ്ങി നിന്നോട് ഇടപെടുകയാണ്. നീ എഴുന്നേൽക്ക്, നിന്റെ കരം ചിലതിന്റെ മേൽ വെക്ക്. ആദ്യം നിന്നെ ഞാൻ റെസ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആത്മീക മേഖലയിലാ. അതിനപ്പുറത്ത് സകലതും മടക്കി തരുവാൻ എനിക്കൊരു നിമിഷം മതി. നിന്നെ ഞാൻ പ്രാർത്ഥിപ്പിക്കാൻ പോവുക. 24 നിന്റെ ജീവിതത്തിലെ കഷായം നിറഞ്ഞ കഠിന ശോധനയ്ക്കകത്ത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ മടക്കി വെച്ച പ്രാർത്ഥനപ്പായെ വീണ്ടും നിവർത്തുവാൻ ആത്മാവ് ദൂത് പറയുക. ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്നെ ആശ്വസിപ്പിക്കാൻ വരുന്ന ചിലതിനു വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പോവുക. ഓ ആന്റോണിയ റീഗ, അതെന്റെ മേൽ, എനിക്ക് നിന്റെ മേലുള്ള നീതിയാ. അതാണ് നിന്റെ വിളി. പട്ടിണി പട്ടണവാതിൽക്കൽ പോയിരിക്കുമ്പോ ജനം ബഹുമാനിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ജനം നിന്നെ കല്ലെറിയുക, നിന്നെ നിന്ദിക്കുക, കളിയാക്കുക. അത് മടക്കിത്തരാനുണ്ട്. ചിലതിനു വേണ്ടി നീ പ്രാർത്ഥിച്ചു തുടങ്ങാൻ പോവുക. നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ നിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ പോവുക. റീകാലാബാന ശാന്തര രഗല ഹടഗസി പ്രൗഢബാല ശാന്തന രഗന സിയാന്തന. 500 നഷ്ടപ്പെട്ടെങ്കിൽ, 500 ഒട്ടകം പോയെങ്കിൽ, 500 ആട് പോയെങ്കിൽ എനിക്ക് 1000 വാക്ക് അധികം സമയമൊന്നും വേണ്ട. അതൊന്നോർത്ത് നീ ഭാരപ്പെടണ്ട. പക്ഷെ നീ എഴുന്നേക്ക്, ചിലതിന്റെ മെക്കരം വെച്ച് പ്രാർത്ഥിക്ക്. അല്പസമയം കരങ്ങൾ അടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, ഞാൻ അങ്ങയുടെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുകയാ, ഞാൻ അങ്ങയുടെ ദൂതിന് മുൻപിൽ സമർപ്പിക്കുകയാ. റിബനാഥന, എവിടെയൊക്കെയോ മരവിച്ചു പോയ എന്റെ ആത്മീക ശുശ്രൂഷയുടെ പ്രതലങ്ങളിലേക്ക് ചൂടോടെ ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്ന് ഉടകം പ്രബലം ദുരരം രഗജം ദിഗനം ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണെങ്കിൽ, എവിടെയൊക്കെയോ അരിമ്പാറ പോലെ നീ മന്ദീഭവിച്ചു പോയ അവസ്ഥകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനമയച്ച് ചിലതിനെ തകർക്കുകയോ ഉടയ്ക്കുകയോ പണിയുവാൻ വേണ്ടി വീണ്ടും 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 ദൈവാത്മാവ് അതിന്റെ മേൽ ശക്തമായി ഇറങ്ങി പ്രവർത്തിക്കുകയാ. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം നിന്റെ കുടുംബത്തിനുള്ളിലേക്ക് വ്യാപരിച്ചിറങ്ങുകയാ. ഉടകം പ്രവനം ശുഗലം ദുരരം രഗജം തികനം അടകൽ പ്രവന ശകലം. ഓ നഷ്ടപ്പെട്ടുപോയി, കരിഞ്ഞുപോയി, തീർന്നുപോയി, ഉണങ്ങിപ്പോയി, ശോഷിച്ചുപോയി, തീ വെച്ചുപോയി, സകലതും പോയി. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ പണിയാൻ തുടങ്ങുകയാണ്. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. റീഖാലാബാന ശാന്തന രഗല ഹടഗസി പ്രൗഢബാല ശഗന്ധന രഗൽഖരഗടഗസി. സിംഹത്തിന്റെ വായിൽ നിന്ന് റീഖാലാബാന ചിലതിനെ പുറത്തുണ്ട്. അടകാമന ശംധലെ രഗൽഖരഗടഗസിയ റീശ്വരോ റബോലിയാന്താന രഗൽഖര മനാസിയാന്തന. നീ എഴുന്നേൽക്ക്, നിന്റെ മേൽ അഭിഷേകമുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്.
നിന്റെ മേൽ അഭിഷേകമുണ്ട്. പറഞ്ഞ് മങ്ങിപ്പോയ എന്റെ കൃപാവരങ്ങൾ ഇന്ന് രാത്രി ജ്വലിക്കട്ടെ. കരങ്ങൾ അടിച്ചു പറ, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു പറ. ഓ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തിന്റെ മർമ്മങ്ങളെ ആരായുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി നീ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനോടോ US-ന്റെ പ്രൈം മിനിസ്റ്ററിനോടോ അല്ല, ലോകത്തിന്റെ അധിപതിയോട്, പ്രപഞ്ചത്തിന്റെ നാഥനോട് സംസാരിക്കുവാൻ നിന്റെ മേൽ അഭിഷേകം പകർന്ന് ദൈവം ചില ലാംഗ്വേജ് തന്നിരിക്കുന്ന രാത്രി. പിശാചിനെ എടുക്കാൻ പറ്റാത്ത, അവന് നിന്റെ വെബ്സൈറ്റ്, നിന്റെ വാട്സപ്പ്, സെൽഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷെ അന്യഭാഷയെ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? അത് കാരാഗ്രഹത്തിനുള്ളിൽ സംഭവിക്കും. എവിടെ നിന്നെ ബന്ധിക്കാൻ ശ്രമിച്ചാലോ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു പറ. അപ്പനും മകനുമായിട്ടുള്ള സംസാരം പിടിച്ചെടുക്കാൻ ഒരു പിശാചനും പറ്റുകയില്ലെന്ന്. ശക്തമായ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുകയാണ്. നിങ്ങളുടെ മേലേക്ക് ആ ദൈവശക്തി ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുകയാണ്. ഇന്ന് രാത്രി രോഗശാന്തികൾ ഇതിനകത്ത് സംഭവിക്കുന്നു. റീതൽ പ്രഭ ശംസന രഹസ്യ, വർഷങ്ങൾ പഴക്കമുള്ളത് രഗന, ചില കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. ചില അപസ്മാര രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ഓ, ദേശത്തു നിന്ന് നിന്നാമാത്രമാക്കി കളയുവാൻ ദേശശക്തികളാൽ ബന്ധിക്കപ്പെട്ട ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി നീ എഴുന്നേൽക്ക്. ചിലതിന്റെ മേൽ കരം വെച്ചോ, ചിലതിന് നേരെ കരം നീട്ടി പ്രാർത്ഥിക്ക. അഭിഷിക്തനെ ഉടകം പ്രബനം ശകലം തുരനം രഗജം ദിഗനം രഗലം രഗജം അടക പ്രബനം. ഇത് ആത്മാവിന്റെ സമയമാ, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാ. ഇത് പഠിപ്പില്ലാത്തവരുടെ മേൽ ഇറങ്ങുന്ന ആത്മാവാ, അവരെ പോലെ ഉപയോഗിക്കുന്ന ആത്മാവാ, പഠിപ്പുള്ളവരെ ഒരുപോലെ ഉപയോഗിക്കുന്ന ആത്മാവാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറ, എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് പങ്കായം പിടിച്ച പത്രോസിനെയും ചുങ്കസ്ഥലത്തിരുന്ന് പേന പിടിച്ചെഴുതിയ ടാക്സ് കളക്ടർ മത്തായിയെയും ഒരുപോലെ ഉപയോഗിച്ച ഒരു ദൈവം ഇന്ന് രാത്രി നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. രാഗാമാന ശാന്തന രാഗല ഹടകസിയാന. പങ്കായം പിടിച്ചവനോട് പറഞ്ഞു, കുഞ്ഞെങ്ങ് വാടാ, നീ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ റഗല ഘടകസിയാന അതിന്റെ ഒരു ചാലകമായി മാറാൻ പോവുകയാണ്. ഓ റിഗല ശാന്തന രഗല. ചുങ്കസ്ഥലത്തിരുന്ന ലേവിയോട് പറഞ്ഞു, ഇങ്ങ് വാടാ, നീ ദൂത് എഴുതാൻ പോവുക, സുവിശേഷം എഴുതാൻ പോവുക, മത്തായിയുടെ സുവിശേഷം എഴുതാൻ പോവുകയാണ്. റീഗല ഹഷ്യാന്തര രഗല. യഹൂദന്മാരോട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കാൻ പോവുക. രാജാവായ യേശു ക്രിസ്തുവിനെ നീ ചിത്രീകരിക്കാൻ പോവുക. റീകലാബാര ശാന്തന. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു പറ. ദേശത്ത് അനേകരുണ്ടായിരുന്നെങ്കിലും എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എനിക്കെന്തുള്ളൂ യോഗ്യത. ഇന്ന് രാത്രി ഓക്സ്ഫോർഡിൽ പഠിച്ചെങ്കിൽ നല്ല കാര്യം, പക്ഷെ പഠിച്ച് ഒരാളെ അല്ല ദൈവം നോക്കുന്നത്. എവിടെയൊക്കെയോ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ, ഹൈസ്കൂളിൽ ഉഴപ്പി നടന്ന ചിലതിന് ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടാൻ ആഗ്രഹിക്കുകയാ. ഓ റീഗാലാബ ശാന്തന. ആത്മാവിൽ ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, ചില ഉഴപ്പന്മാരെ ദൈവത്തിന് വേണം. റിഗല ഒനേസിമോസിനെ യൂസ്ലെസ്സിൽ നിന്ന് യൂസ്ഫുൾ ആക്കി മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ചാലകളാക്കി വീണ്ടും ഈ ദേശങ്ങളിൽ സുവിശേഷത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാൻ. ചൂടവത്തന രകൽക്കരകടകസി പ്രൗഢവാലം ശഗന്ധരെ രഗാനിയക്ഷനാജക. ഒളിച്ചും പാത്തും ദൈവത്തെ സേവിക്കുന്ന, സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ടും വില കൊടുക്കുന്ന ചിലതിനോട് ആത്മാവ് ദൂത് പറയുന്നു. അടക പ്രൗഢവാല ശന്ധരെ രഹസ്യാന്തന രകൽക്കരകടകസിയ. അവസാനത്തെ ഒരു കുത്ത ക്രൂശിലേക്ക് നോക്കി. വിലാപ്പുറത്തുള്ള ആ കുത്ത് വെള്ളവും രക്തവും ഒഴുകിയ മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ. അത് കഴിയുമ്പോൾ ബാക്കി സകലത്തിനും പേടിയായി പോയി. ശിഷ്യന്മാരെന്ന് പറഞ്ഞെല്ലാം പേടിച്ചകത്തിരുന്ന് വാതിലടച്ചു.
പക്ഷെ ധൈര്യത്തോടെ ഒരുവനതാ അരിമത്തക്കാരൻ യോസഫ് ധൈര്യത്തോടെ പീലാത്തോസിന്റെ മുമ്പിൽ ചെന്ന് ആ തൂങ്ങിക്കിടക്കുന്ന മാടുകടയിൽ ഇറച്ചു തൂങ്ങിക്കിടക്കുന്നത് പോലെ വിരൂപമായി കിടക്കുന്ന തൻ്റെ പ്രിയ ഗുരുവിന്റെ ശരീരത്തെ നന്നായി സംസ്കരിക്കുവാൻ മേടിച്ചു വാങ്ങുകയാണ്. ഒരുവനെ കൊണ്ട് നടക്കത്തില്ല. ഒരുവനെ കൊണ്ട് ഇത്രയും ഭാരമുള്ള ഈ ഇത്ര ഉയരമുള്ള കുരിശിൽ നിന്ന് തന്നെ താഴ്ത്തി ഇറക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇതാ മറ്റൊരുവനെ കൂടെ ദൈവം എഴുന്നേൽപ്പിക്കുകയാ. ഒരു ദിവസം പണ്ട് രാത്രിയിൽ ഇവൻ രഹസ്യത്തെ അടുത്ത് വന്നായിരുന്നു. വീണ്ടും ജനത്തിന്റെ ക്ലാസ് അന്ന് എടുത്തു കൊടുത്തായിരുന്നു. അന്ന് അവനോട് ഇടപെട്ടായിരുന്നു. നിക്കോദിമോസേ, അന്ന് നീ എവിടെയൊക്കെയോ സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടും രാത്രി എൻ്റെ അടുത്ത് വന്നില്ലേ? ഇന്ന് ഞാൻ മഹനീയമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ പോവുകയാ. എൻ്റെ ജീവിതത്തിലെ അതിസുപ്രധാനമായ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തെ ഏറ്റവും നാഴികക്കല്ലായ ക്രൂശിൽ നിന്ന് ഇറക്കിയ അരിമത്തക്കാരൻ യോസഫിന്റെ കല്ലറയിൽ സംസ്കരിക്കാൻ നിന്നെ ഞാൻ കൂട്ടാക്കി ഉപയോഗിക്കാൻ പോവുകയാ. നിന്റെ കയ്യിൽ ഞാൻ ചില സുഗന്ധദ്രവ്യങ്ങളെ തരാൻ പോവുകയാ. ഹോ റാഖാബാല ഷാംഠാന റാഗാല. എവിടേക്കോ സ്വാതന്ത്ര്യം ഇല്ലാതെ കർത്താവിനെ ആരാധിക്കാൻ വില കൊടുക്കുന്ന മാതാവ്, നിന്നോട് ആത്മാവ് ദൂത് പറയുന്നേ, ശിഷ്യന്മാരെന്ന് പറയുന്നവർക്ക് കൊടുക്കാത്ത ചില ശുശ്രൂഷകൾക്ക് വേണ്ടി നീ ഒരുങ്ങിക്കോ. റീദാല ഹസനാഠന റാഗാല ഷിയാംഠന അരേ ഖുറാബ ഷാംഠന റാഗാല ഹടഗസിയ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞ്, നിന്നോട് ആത്മാവ് ദൂത് പറയുക, ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള ചില ശുശ്രൂഷകൾ നിനക്ക് വേണ്ടി ഞാൻ തരാൻ പോവുക. നിനക്ക് പള്ളിയിൽ മുമ്പ് മുഖ്യാസനം കിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ നിന്നെ ഞാൻ ചില മേഖലകളിൽ ഉപയോഗിക്കാൻ പോവുക. ചുടാ രഗ ഹതന രഗൽ ഖര രഗ സിയാ തന റബസ് മേ റിയാ ലഖ ചോ റിയാം തേ റിയാ സിയാ ലഖ ചൂഡൽ പ്രഭാ ഷേ ഖുറാ ബനാ താ റിയാ സിയാം താര ലഖോ റമാ ഷേ നിയാം താ റിയാ സിയാ. പറഞ്ഞ് എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവാത്മാവ് ഇടപെടുമ്പോ ഏത് ഇരുട്ടാണെങ്കിലും രാത്രി കർത്താവിന്റെ അരികിലോട്ട് ചെല്ലാൻ ഒരുക്കുക എന്ന് പറഞ്ഞ് ശ്രദ്ധയോടെ നീങ്ങുന്ന ചില ആത്മീക ചലനത്തിന്റെ വളരെ സുപ്രധാനമായ കാതലായ അവസ്ഥകളിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അടൽ പ്രഭം ധുരി റമാനി ഹഷിയാ ലഗത്തെ റിമാനിയാ ശഠാ രഗസി ലഗാത്തെ നമ്മളാണ് ഇച്ചിരി പ്രവചന ശുശ്രൂഷയൊക്കെ കിട്ടിക്കഴിയുമ്പോ പിന്നെ നമ്മള് ഒത്തിരി ഒന്നും ദൈവസന്നിധി വന്നിരിക്കുകയല്ല. ഞാൻ ഇരുന്നില്ലെങ്കിലും ദൈവാത്മാവനെ ഉപയോഗിച്ചോ എന്നുള്ള ചിന്തയൊക്കെ വരും. ഒരു ദൈവദാസൻ ശക്തനായ പ്രവാചകനാ, ഹല്ലേലൂയ. അദ്ദേഹത്തോട് പറയാം, നീ എഴുന്നേക്ക്, കുശവന്റെ ആലയിലോട്ട് ചെല്ല്, എനിക്ക് നിന്നെ ചിലത് പഠിപ്പിക്കാനുണ്ട്. അല്ല, ഞാൻ ആ കോൺഫറൻസിൽ ശുശ്രൂഷിച്ചു, ഞാൻ US മെക്സിക്കോയിൽ ശുശ്രൂഷിച്ചു, ഞാൻ അവിടെ നോർത്ത് ഇന്ത്യ ശുശ്രൂഷിച്ചു, ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നോ, ഇപ്പോ നിന്നോട് ഞാൻ പറയുന്നത്, എഴുന്നേക്കുക, നീ കുശവന്റെ ആലയിലോട്ട് ചെല്ല്, അവിടെ വെച്ച് ഞാൻ നിന്നെ ചിലത് പഠിപ്പിക്കും. അവിടെ വെച്ച് ഇതിനകത്ത് അനുസരിക്കാൻ ഒരുക്കമുള്ള ചിലതിന് ദൈവാത്മാവ് നോക്കുക. ദൈവാത്മാവ് ചില വ്യത്യസ്ത മേഖലകളിലേക്ക് സഞ്ചരിക്കാൻ പറയുമ്പോൾ സഞ്ചരിക്കാൻ ഒരുക്കമുള്ള ചിലതിനെ ദൈവം നോക്കുക. പെന്തക്കോസ്തിന്റെ 3-ാം തലമുറയായിരിക്കാം നീ, പക്ഷെ ദൈവാത്മാവ് പറയുക, നീ ചില പുതിയ മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കുവാൻ എന്റെ ശബ്ദത്തിൽ തയ്യാറാണെങ്കിൽ കുശവന്റെ ആലയിലോട്ട് പോകാൻ പറഞ്ഞ ആർക്കാ ഇതിനകത്ത് ഇഷ്ടമുള്ള? ഇതിനകത്ത് പുതിയ പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും, പഴയ ഇതിനകത്തിരിക്കുന്ന ആന്റിമാർക്കും അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും അറിയാം. കുശവന്റെ ആലയിൽ എന്നാ ഉള്ളത്? രഗബാല ശന്തര രഗൽഖരഘടക. കുനിഞ്ഞു പോയി കയറണം, കുടിലായിരിക്കും. ഹലോ, പക്ഷെ അതിനകത്തും ചിലത് പഠിപ്പിക്കുക. ശുശ്രൂഷകളെ മാറ്റിമറിക്കുന്ന ചിലത് അതിനകത്തു നിന്ന് നിനക്ക് തരാൻ പോകുന്നത്. എന്റെ കയ്യിലിരുന്ന് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെ ഞാൻ വീണ്ടും പണിതെടുത്ത് നല്ലതാക്കി മാറ്റാൻ പോവുകയാണ്. അതിനെ ആഴത്തിൽ നിന്ന് പ്രവചിക്കാൻ എനിക്ക് ഇനിയും നിന്നെ വേണം, നിന്റെ ആധരങ്ങളെ വേണം. ഓ റീബല ഹഷന. പക്ഷെ ഇപ്പൊ നീ എഴുന്നേക്ക്, ഞാൻ ചിലത് പുതിയത് പഠിപ്പിക്കാൻ പോവുകയാണ്. അനാഥേ രികൽ കര ഘടകമോന ശാന്തന. എന്റെ ശബ്ദത്തിന് മുമ്പിൽ എഴുന്നേൽക്കുന്ന യിരെമ്യാവേ,
നീ എഴുന്നേറ്റ് കുശവന്റെ ആലയത്തിലേക്ക് 18-ാമത്തെ അധ്യായത്തിൽ പോയത് സത്യമാണെങ്കിൽ ഒരു 38-ാം അധ്യായത്തിൽ നിന്നെ കുഴിക്കകത്ത്, ചെളിക്കുഴിക്കകത്ത് താത്തിയാലും നിന്നെ പുറത്തെടുക്കാനുള്ള പവിത്രമായ പദ്ധതികൾ രാജകൊട്ടാരത്തിനകത്ത് ഞാൻ വെളിപ്പെടുത്തും. ഓ റീഖലബന ശാംഠനരകല ഘടകസിയ. ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, ദൈവ ശബ്ദത്തിന് മുൻപ് നീ പുറപ്പെട്ടത് സത്യമാണെങ്കിൽ നിന്നെ ദേശം മുഴുവൻ, രാജകീയ അധികാരങ്ങൾ മുഴുവൻ ചെളിക്കുഴിക്കകത്ത് താത്തിയാലും അതിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കാനുള്ള ദൈവിക പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തി വീണ്ടും ജനത്തിന് നടുവിൽ താമസിപ്പിച്ച് ദൂത് പറപ്പിക്കുന്ന ആത്മാവ് ശക്തമായി റിഗൽ ഘടകസിയ ഈ രാത്രി അഭിഷിക്തനോടും ഈ കൂട്ടത്തിനോടും ഇടപെട്ട് സംസാരിക്കുക. ചെളിക്കുഴിക്കകത്ത് താത്തി നിന്റെ വായിക്കകത്ത് ചെളി നിറയുന്നത് കാണുവാൻ പൈശാചികൻ ഒരുക്കിയ പദ്ധതികൾക്ക് നടുവിൽ നീ പുറത്തു വരും. രാജകൊട്ടാരത്തിനകത്തൊരു ഷണ്മന്റെ ഹൃദയത്തിൽ വീണ്ടും ഭാരം ജനിപ്പിച്ച് രാജാവിന്റെ മുൻപിൽ പോയി 30 പേരെ കയറുമായി, പഴന്തുണികളുമായി ഇതാ ചിലത് വരും. നിന്നെ പുറത്തെടുക്കാൻ ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. എഴുന്നേക്ക്. 3-ാം അധ്യായത്തിൽ പറയാ, നീ സമഭൂമിയിലോട്ട് പോ, സമഭൂമിയിലോട്ട് പോ. None of us like to go to plain lands. സമഭൂമി ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും വാലീസ് ഇഷ്ടമാണ്, ഹിൽ സ്റ്റേഷൻസ് ഇഷ്ടമാണ്, മൂന്നാർ ഇഷ്ടമാണ്, ബാക്ക് വാട്ടേഴ്സ് ഇഷ്ടമാണ്, കുമരകം ഇഷ്ടമാണ്. നമുക്കാർക്കും മരുഭൂമി ഇഷ്ടമില്ല. പിന്നെ മരുഭൂമി പോയി കിടക്കുന്നവരിനകത്തുണ്ട്, അത് നമ്മുടെ ജീവിത ഉപാധിക്ക് വേണ്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ. മരുഭൂമിയിൽ AC ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, ഇല്ലേ നമ്മൾ പോകത്തില്ല. ഇത് ഇവിടെ എസ്കേൽ പ്രവാചകനോട് പറയാം, നീ എഴുന്നേറ്റ് പോ, സമഭൂമിയിലോട്ട് പോ. പോയപ്പോ ഒരു കാര്യം മനസ്സിലായി. പണ്ട് പ്രവാസത്തിൽ ഇരുന്നപ്പോ, 1-ാം അധ്യായത്തിൽ ഇരുന്നപ്പോ, കഴിഞ്ഞ നാളുകളിൽ ഇരുന്നപ്പോ കേബാർ നദീതീരത്ത് അനുഭവിച്ച പ്രവാസത്തിൽ സകലതും നഷ്ടപ്പെട്ട അലരി വൃക്ഷത്തിൽ കിന്നരങ്ങളെ എല്ലാം അലരി വൃക്ഷത്തെ തൂക്കിയിരുന്ന് ആരാധന പോയി, ആലയം പോയി, സകലതും പോയി, ഇനി ഒരു മടങ്ങി വരവുണ്ടോ എന്ന് ചിന്തിച്ച് വല്ലാതെ ഇരുന്ന നാളുകളിൽ അനുഭവിച്ച കേബാർ നദീതീരത്ത് അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കുക. സമഭൂമിയിലോട്ട് ചെല്ല. നീ പണ്ട് അനുഭവിച്ചു. 3-ാം അധ്യായം വായിച്ചാൽ മതി. നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓടിപ്പോകുന്നത്. ഹറക്കബന, നീ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ആലയം AC അല്ലാതിരുന്നപ്പോ, നിന്റെ നാട്ടിലെ ആലയങ്ങളെ ഓലഷഡായിരുന്നപ്പോ അനുഭവിച്ച അനർഘ നിർഗളമായ ആത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്തിന്റെ പ്രതലങ്ങളുണ്ട്. അത് നിനക്ക് നഷ്ടപ്പെട്ടു. നീ US വന്നു, കാനഡ വന്നു, നീ ഓസ്ട്രേലിയ പോയി, എല്ലാം സത്യമാണ്. പക്ഷെ നീ നഷ്ടപ്പെട്ടു പോയ ആത്മീക ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ, ചില പുതിയ മേഖലകളിലേക്ക് 25 കാലെടുത്ത് വെക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഉടകം പ്രഭാനി ഗക്ഷര ഘടകസി പ്രൗഢബാല ശന്തര ജഗന എസ്കേൽ, നീ എഴുന്നേൽക്കുക, നീ സമഭൂമിയിലേക്ക് ചെല്ലുക. അവിടെ നിന്നെ ഞാൻ നിവര നിർത്തുമാറാക്കുകയാണ്. എൻ്റെ സാന്നിധ്യത്തിന് നടുവിൽ നീ എഴുന്നേൽക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? എഹെസ്കേൽ 3-ൽ നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു എഹെസ്കേൽ 37 ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയ്ക്കകത്ത് അസാധാരണമായ ചില ശക്തമായ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്ത് മനസ്സിലായി? ചുമ്മാ ഒരുത്തനോട് പറയത്തില്ല. അനുസരിക്കാൻ സമഭൂമിയിലേക്ക് പോയവനെയാണ് ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരെ പ്രാർത്ഥിക്കുക, ആത്മാവ് എന്നെ അടുത്ത ആഴത്തിലെ ശുശ്രൂഷയ്ക്ക് ദൈവാത്മാവ് പറയുക, നീ ചിലതിനെ അനുസരിക്കാൻ തയ്യാറാണോ? എന്റെ ശബ്ദത്തെ കേൾപ്പാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നീ പ്രവചിച്ചാൽ ത്വക്ക് വരും, മാംസം വരും. ഏറ്റവും ഉണങ്ങി ചെതറി കിടക്കുന്നത് ഒരുമിച്ച് കൂടും. നീ പറഞ്ഞ ഞാൻ കാറ്റടിപ്പിക്കും, ജീവശ്വാസം അടുപ്പിക്കും. കരങ്ങൾ അടിച്ചു പറ, കരങ്ങൾ അടിച്ചു പറ. എനിക്ക് ശുശ്രൂഷ വേണമെന്ന് പറ. ദേശങ്ങളിൽ ചിതറിക്കിടക്കുക എന്ന് പറ. ദൈവത്തിന്റെ ജനം ചിതറിക്കിടക്കുക എന്ന് പറ. കർത്താവ് ഇഷ്ടപ്പെടുന്നത് ചിലത്. കൊരിന്തി പട്ടണത്തെ നോക്കി പറയുക, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, വളരെ ജനമുണ്ട്. കോട്ടയത്ത്, കേരളത്തിൽ ഒത്തിരി ജനമുണ്ടെന്ന് നിന്നോട് പ്രവചിക്കാൻ പറയുക. പക്ഷെ നീ ഒന്ന് അനുസരിക്കാൻ തയ്യാറാകണം. ചില പുതിയ മേഖലകളിലേക്ക് കാലെടുത്തു വെക്കാൻ തയ്യാറാകണോ? നോർത്ത് ഇന്ത്യയിലേക്ക് ഇനിയും ഒത്തിരി ജനമുണ്ടെന്ന് ദൈവാത്മാവ് പറയുക. നീ എവിടെയൊക്കെ ഒന്ന് അനുസരിക്ക്, ഞാൻ നിന്നെ ഉപയോഗിക്കാം. ആമേൻ, 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 ആമേൻ. ശൗല് കേട്ടിട്ടും പറഞ്ഞതുപോലെ അനുസരിക്കാഞ്ഞതുകൊണ്ട്, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ 1 ശമൂവേൽ 15-ാം അധ്യായം എടുക്കണ്ട,
15-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ശൗല് കൺഫസ് ചെയ്യുന്നുണ്ട്, എന്നിൽ പാപം വന്നുപോയി, തെറ്റ് വന്നുപോയി. എന്നിട്ടും അവിടെ ദൈവം ക്ഷമിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പക്ഷേ നീയും ഞാനും വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അരികിലാ. ഇന്ന് രാത്രി പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എവിടെയൊക്കെയോ വന്നുപോയ അനുസരണക്കേടുകൾ, എവിടെയൊക്കെയോ ശ്രദ്ധിക്കാതിരുന്ന അനുഭവങ്ങൾ, ഉടകം പ്രഭനതുരി ഘടകസി പ്രൗഢാരകൽക്കര ഘടക ശാന്താരകൽക്കര ഘടകസി. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. ഹാബേലിന്റെ രക്തം ഒരു നീതിക്ക് വേണ്ടി കരയുക. ഹാബേലിന്റെ രക്തം ഒരു ശക്തിക്ക് വേണ്ടി കരയുക. പക്ഷേ നിനക്ക് ക്രൂശിൽ നീതിയായി തീർന്നവന്റെ രക്തം ഇന്ന് രാത്രി നിനക്ക് സകലത്തിലും സകലതുവാ, നിനക്ക് വിജയമാ. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് മുമ്പേ വിളിച്ചു പറഞ്ഞേ, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ അവിശ്വസ്തതകളെ കണക്കിടാതെ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന, എത്ര കടുംചുവപ്പുള്ള പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അരികിലേക്ക് ഇന്ന് രാത്രി വന്നിരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവസഭയ്ക്ക് അല്ലാതെ, അകത്തല്ലാതെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയുക. നീ എത്ര സഭയെ ഉപദ്രവിച്ചാലും, നീ എത്ര ദൈവദാസന്മാരെ വേദനിപ്പിച്ചാലും, നിന്നോട് ക്ഷമിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെയാ ഞങ്ങൾ ഈ രാത്രിയിൽ പ്രസംഗിക്കുന്നത്. നിന്നെ അടിമുടി മാറ്റിയെടുത്ത് നിനക്ക് ഇതുവരെ ലഭിക്കാത്ത ചില അർഹതകളും മാനങ്ങളും നൽകി നിന്നെ സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ക്രൂശിലെ സ്നേഹത്തെ ഞങ്ങൾ ഒരുമിച്ച് നിന്നോട് ദൂത് പറയുക. ഇതിലും വലിയ മറ്റൊരു മാർഗമില്ല കുഞ്ഞെ. ഇതും മാത്രമേ ഉള്ളൂ മാർഗം. അനേക മാർഗങ്ങളിൽ ഒന്നല്ല, ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. അവങ്കലേക്ക് നീ വിട്ടുകൊടുത്താൽ, അവങ്കലേക്ക് നോക്കിയാൽ നീ പ്രകാശിതനായി മാറും, നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാരനായി മാറും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഈ വചന ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു തന്ന് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ അനി ബേബി പാസ്റ്ററിനോടും എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസി ദാസന്മാരോട്, സഹോദരി സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ മിനിസ്ട്രിയെ ദൈവം ശക്തമായി ഉപയോഗിക്കും. എവിടെ ഏറ് വരുന്നോ, എവിടെ വില്ലാളികൾ ചെയ്യുന്നോ അനി ബേബി പാസ്റ്ററെ, അവിടെയാണ് മതിലിന് മുകളിൽ പടരുന്ന യോസഫ്. പ്രൈസ് ഗോഡ്. അടുത്ത പ്രതലങ്ങൾ കാണാൻ പോവുകയാണ്, അടുത്ത മേഖലകൾ, സെക്ടറുകൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഒരു മാനുഷിക ശക്തികൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൽ കൂടുതൽ ആശ്രയിച്ച് ശക്തിയോടെ മുൻപോട്ട് നീങ്ങുക. ഗോഡ് ബ്ലസ് യു ഓൾ അബൻഡന്റ്ലി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. അനുഗ്രഹിക്കപ്പെട്ട ശക്തമേറിയ ദൈവത്തിന്റെ വചനത്താൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മളെ നിറച്ചിരിക്കുകയാണ്, നമ്മളെ ധൈര്യപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിൽ ഇന്ന് രാത്രികാലം നമ്മൾ എവിടെയൊക്കെയാണോ എഴുന്നേൽക്കേണ്ടത് ആ എല്ലാ മേഖലകൾക്കകത്തളത്തിൽ ആമേൻ എഴുന്നേൽക്കേണ്ട രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ഐശ്വര്യമായി നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ വചനം ആമേൻ ശുശ്രൂഷ ഞാൻ കർത്താവിൽ വളരെ ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ അജു വർഗീസ്, കർത്താവിന്റെ ദാസനുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറി. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ശക്തമായി ഇന്ന് രാത്രികാലം ഇടപെട്ടു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. ഏതെല്ലാം മേഖലകൾക്കകത്ത് ആമേൻ സ്വരം ദൈവം നമ്മളോട് ഇടപെട്ടു എന്ന് ഇന്ന് രാത്രികാലം ഓർത്ത് ചില മിനിറ്റുകൾ നിങ്ങൾ ആമേൻ ആമേൻ വിശ്രമിക്കുന്നതിന്റെ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കണം. ഇന്ന് രാത്രികാലം ഈ 6ാമത്തെ രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളെപ്പറ്റി വലിയ പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ആമേൻ മിനിസ്ട്രിയെ പറ്റി ഭയങ്കര പദ്ധതിയുണ്ട്. നമ്മുടെ കുടുംബത്തെ പറ്റി, തലമുറകളെ പറ്റി ഭയങ്കര പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം ആമേൻ ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് വേഗത്തിൽ നാം ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 2025 ദൈവീയമാകുന്ന വർധനവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ലൂസിൽ വെച്ചെടുത്ത തീരുമാനം ആമേൻ ആ തീരുമാനത്തിന്റെ അകത്തേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആമേശ്വരം നമ്മൾ വർദ്ധിച്ചതിൻ്റെ അകത്ത് പലപ്പോഴും സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ദൈവീയ വർധനവിൻ്റെ അകത്ത് നിന്റെ പേരിനെ മാറ്റം വരുത്തി ശത്രു രാജ്യത്തിന് ഭയഹേതുവാകത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മുടെ പേരിനെ മാറ്റം വരുത്താൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം നാം എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആത്മനിറവോടൊരു ദൂത് കൈമാറാം. ഉപവാസ പ്രാർത്ഥനയോടെ
നമ്മുടെ 7ാമത്തെ രാത്രിയാണ് നാളെ രാത്രി. ആമേൻ. ഇന്ന് രാത്രികാലം നാം ആമേൻ എഴുന്നേൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ നാളെ രാത്രി നമ്മുടെ നടുവിൽ കർത്താവ് അതിശയം പ്രവർത്തിക്കുന്ന രാത്രിയായി മാറും. അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയായി മാറും. ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന രാത്രിയായി മാറും. ഇന്ന് രാത്രികാലം ഒരു അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന ആമേൻ ഇവിടെ ആമേൻ എനിക്ക് തിരിച്ചറിയുവാൻ പറ്റി. എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് അത് തിരിച്ചറിയാൻ പറ്റി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എനിക്ക് താങ്ങുവാൻ കഴിയാതെ വണ്ണം എൻ്റെ ആമേൻ ശരീരത്തെ എടുത്ത് കുടയുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റി. ഇന്ന് രാത്രികാലം ഞാൻ പ്രാരംഭത്തിൽ ആമേശ്വരം പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ നീ എന്നെ പുറപ്പെടുവിക്കരുത്. സാന്നിധ്യത്തെ പറ്റിയാണ് പറഞ്ഞത്. മോശ കൊതിച്ചത് ആ ദൈവ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന്റെ അകത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുകയും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി തരികയും ചെയ്യും. ഇന്ന് രാത്രികാലം ആ ദൈവീയമാകുന്ന സ്വസ്ഥത സകല കുടുംബത്തിന്മേലും ഇറങ്ങട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് ചില മിനിറ്റുകൾ ദൈവത്തിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്വസ്ഥതയില്ലാത്ത ഏതെങ്കിലും ഹൃദയങ്ങൾ ഇന്ന് രാത്രികാലം ഉണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. സമാധാന അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് വെളിപ്പെടട്ടെ. അപ്പൻ്റെ ഭവനത്തിൽ നോടിയവൻ ലൂസിൽ ചെന്ന് കിടന്നപ്പോൾ യാതൊരു സ്വസ്ഥതയും ഇല്ലായിരുന്നു. എന്നാൽ അന്ന് രാത്രികാലം വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അവനെ സ്വസ്ഥമാക്കി കിടത്തിയുറക്കി. ജീവിതത്തിൻ്റെ ഏടുകളിൽ ഒറ്റയ്ക്കായെന്ന ചില തോന്നലുകൾ, കുടുംബത്തിന്റെ അകത്തളത്തിൽ ഒറ്റയ്ക്കായെന്നുള്ള ചില തോന്നലുകൾ, തലമുറയുടെ വിഷയങ്ങൾക്ക് നിലവിൽ ആമേൻ ഭാരത്തോടെ വേദനയോടെ നാളെ എന്തായി തീരുമെന്നുള്ള ആകുലതയോടെ നാളുകളായി കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇന്ന് വരെ ഒരു മറുപടി ലഭിച്ചില്ലല്ലോ എന്ന് നീ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രികാലം ലൂസിനെ ബദലാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാം ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കരമാകുന്നൊരു സ്വസ്ഥത വെളിപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഭയങ്കരമാകുന്നൊരു സ്വസ്ഥത വെളിപ്പെടട്ടെ. നമ്മുടെ തലമുറകൾക്കകത്ത് ഭയങ്കരമാകുന്നൊരു സ്വസ്ഥത വെളിപ്പെടട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവീയമാകുന്ന സമാധാനം ഇന്ന് രാത്രികാലം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് നാം ആഴമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ജോമോൾ ജെയിംസ് കത്രുദാസി ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ച് ഇന്ന് ഈ 6ാമത്തെ രാത്രികാലത്തെ മീറ്റിംഗ് അവസാനിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സർവശക്തനെ നീതിമാനുമാക്കും ആരാധനമായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ദൈവമേ, നല്ല രാത്രി സമയത്തിനായ അടിയങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്തു പിതാവേ. അങ്ങയുടെ പാദപ്പെടുത്തെങ്കിൽ അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ സന്നിധിയിലെ കർത്താവെ നന്മകൾ അനുഭവിപ്പാനും ദൈവം കൃപ ചെയ്തതിനാൽ നന്ദിയോടെ കർത്താവെ അടിയങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഈ വാസ പ്രാർത്ഥനയുടെ 6ാം ദിവസവും കർത്താവിന്റെ സാന്നിധ്യവും ദൈവകൃപ അടിയങ്ങളുടെ മേൽ കർത്താവേ ദൈവമേ അങ്ങ് പറഞ്ഞതിനായ സ്തോത്രം. മോശ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നെങ്കിൽ എന്നെ അയക്കരുതേ കർത്താവേ. ദൈവമേ, സ്വസ്ഥത നൽകി സമാധാനം നൽകി കർത്താവ് ഇത്രത്തോളം കർത്താവ് പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ദൈവനെ ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി കർത്താവെ ദൈവമേ, പിന്നെ അങ്ങയുടെ ദാസനെ ഉപയോഗിക്കുമാറാണ്. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായും കർത്താവെ ദൈവമേ തന്റെ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിന് അത്ഭുതമായി കരന്നിട്ട് സഹായിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്കേലിന്റെ കർത്താവെ ദൈവമേ വേണ്ടി ദൈവമേ വെളിപ്പെട്ട സർവശക്തനായ ദൈവം ഇരുവയന്മാവിന് വേണ്ടി വെളിപ്പെട്ടതായ സർവശക്തനായ ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ് കർത്താവെ. ഇന്നും അതിശയങ്ങളുടെ ദൈവമാണ് കർത്താവെ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ കർത്താവ് ഈ ദിവസം വരെയും കർത്താവെ ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിലടികളെ മറച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപ കർത്താവെ കരുണ ഈ ഉപവാസ പ്രാർത്ഥന പിന്നെ അടിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി അങ്ങയുടെ കൃപയാൽ ദൈവം നടത്തുമാറാണമേ. ജോയിൻ ചെയ്ത എല്ലാ കർത്താവെ ദൈവമേ കുടുംബങ്ങളെ ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ അവസ്ഥകളെ കർത്താവെ ആവശ്യങ്ങളെ അവരുടെ വിഷയങ്ങളെ കർത്താവെ അങ്ങ് അറിയുന്ന ദൈവമാണല്ലോ. ഈ പ്രാർത്ഥനയിൽ പൂർണ്ണമായ ഒരു വിടുതലും സമാധാനവും സ്വസ്ഥതയും കർത്താവ് അനുഭവിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. അനുഭവി പാർശ്വ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പാദപ്പെടുത്തെങ്കിലായിരിക്കുമ്പോൾ അതിശക്തമായി കർത്താവെ ഈ തലമുറയിൽ കർത്താവ് ഞങ്ങളുടെ ദാസിനെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കുമാറാണമേ കർത്താവെ. അപ്പൊ അനിൽ ബേബി പാർശ്വ ദൈവം ഉപയോഗിക്കുമാറാണമേ കർത്താവെ. ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും കർത്താവെ ശക്തമായ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരും വിടുതലായി കർത്താവെ. അപ്പൊ അങ്ങയുടെ പരിപാടിത്തിരിക്കുന്ന നാളിൽ വിശുദ്ധിയോടെ ദൈവന പ്രാരം കർത്താവെ ദൈവമേ ഒരു തലമുറയെ വേർതിരിച്ച് നിർത്തത്തക്ക നിലയിൽ അഭിഷേകത്തോടെ കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷകളെയും കർത്താവ് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥനകൾ കർത്താവെ കൂടി വരുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കണമേ. അടിയങ്ങൾക്കും അനുഗ്രഹമാക്കണമേ. താഴ്ത്തുന്നു ഏൽപ്പിക്കുന്നു സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ അങ്ങയുടെ വരവ് താമസമെങ്കിൽ നാളത്തെ കർത്താവെ മീറ്റിംഗിലെ ദൈവമേ തുടർന്നുള്ള മീറ്റിംഗുകളെ ദൈവം അനുഗ്രഹിക്കുമാറാണമേ. പുതുവർഷത്തിൽ കർത്താവെ പുതിയ അനുഗ്രഹങ്ങളോടെ കർത്താവെ പുതിയ ചില കർത്താവെ കൃപകളോടെ കാൽ ചുവടിൽ വെക്കുവാൻ തക്കണം സർവശക്തനായ ദൈവം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ട കർത്താവിന് നന്ദി. അപ്പാ മാനവമൊത്ത് സ്വർഗ്ഗം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കരുണയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ 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 ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം പുത്രനാകുന്ന
യേശു കർത്താവിൻ്റെ കൃപ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും സൂക്ഷിപ്പും പരിപാലനവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടും ഇന്ന് രാത്രിക്കാലം നമ്മുടെ നടുവിൽ ഐശ്വര്യമായി വചനം ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോടും തൻ്റെ കുടുംബത്തോടും മിനിസ്ട്രിയോടും ക്രിസ്തുവേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ കൃപയും സാന്നിധ്യ സമാധാനം നാം എല്ലാവരോടും കൂടി നിന്നുള്ളുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. എല്ലാവർക്കും കർത്താവിൽ വന്ദനത്തെയും